ഹായ് ഫ്രണ്ട്സ്, കെം അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2026 ഡിഗ്രി പ്രിലിംസ് അടുത്തു. പ്രിലിംസിനോട് മുന്നോടിയായിട്ടുള്ള നമ്മുടെ കറണ്ട് അഫയേഴ്സ് മാരത്തോണാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ 6 മാസത്തെ തുടർച്ചയായുള്ള വളരെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യമായി നമ്മൾ അധികം ലോങ് ആക്കാതെ മാക്സിമം 40-45 മിനിറ്റിനുള്ളിൽ മാക്സിമം ഇൻപുട്ട് എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായി RBI എക്സിക്യൂട്ടീവ് ഡയറക്ടറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഉഷ ജാനകി രാമൻ. RBI എക്സിക്യൂട്ടീവ് ഡയറക്ടറായി ഈ കഴിഞ്ഞ ഡിസംബറിൽ അപ്പോയിന്റ് ആയത് ഉഷ ജാനകി രാമൻ. കൂടെ തന്നെ പ്രധാനപ്പെട്ടത് RBIയുടെ നിലവിലെ ഗവർണർ സഞ്ജയ് മൽഹോത്ര. 24ാമത് RBI ഗവർണറാണ്. ലോക അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ദ ഇയർ പുരസ്കാരത്തിന് അർഹരായവർ ഹർമാൻ ഡുപ്ലൻറ്റിസ്, പോൾ വോൾട്ട് താരം. പോൾ വോൾട്ട് വേൾഡ് റെക്കോർഡ് സ്ഥിരമായി സ്വന്തം റെക്കോർഡ് തിരുത്തി കുറിക്കുന്ന ഡുപ്ലൻറ്റിസും 400 മീറ്റർ ഹഡിൽസ് വേൾഡ് റെക്കോർഡ് ഉടമ സിഡ്നി ലൗറോണും. സിഡ്നിക്കും അർമാനുമാണ് അത്ലറ്റിക് ഫെഡറേഷന്റെ അത്ലറ്റ് ഓഫ് ദ ഇയർ പുരസ്കാരം. 2025 ഓക്സ്ഫോർഡ് ഇംഗ്ലീഷ് നിഘണ്ടുവിന്റെ വാക്കായി തിരഞ്ഞെടുത്തത് റേജ് വെയിറ്റ്. ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഏതൊരു ക്വസ്റ്റ്യന് ഇമ്പോർട്ടൻ്റ് എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ പറ്റില്ല. തീർച്ചയായും PSC ചോദിക്കുന്ന ഹൈ പ്രോബിലിറ്റി ഉള്ള പോയിന്റ് ആയിരിക്കും. നോട്ട് ചെയ്ത് പഠിക്കുക. റേജ് വെയിറ്റ്, അതായത് നിലവിലെ സമൂഹ മാധ്യമ വേൾഡിൽ ഒരു കണ്ടന്റ് ഓഡിയൻസിന്റെ ഹേറ്റ്രഡ് പിടിച്ചു പറ്റുന്ന തരം കണ്ടന്റ് എടുത്തുകൊണ്ട് അതിന് ഓഡിയൻസ് റിയാക്ട് ചെയ്യുന്നത് മൂലം കമന്റ്സ് കൂടുന്നു, ഇന്ററാക്ഷൻ അവരുടെ കണ്ടന്റിൽ കൂടുന്നു. അത്തരം കണ്ടന്റുകളെയാണ് റേജ് വെയിറ്റ് എന്ന് പറയുന്നത്. ഇന്റർപോൾ പ്രസിഡന്റ് ലൂക്കസ് ഫിലിപ്പ് ഈയിടെ കേരളത്തിൽ നടന്ന ഇന്ത്യ മാലദ്വീപ് ജോയിന്റ് മിലിറ്ററി എക്സസൈസ് എക്കുവേരി ഡൽഹി പോലീസും നാഷണൽ ക്രൈം ബ്യൂറോയും സംഘടിതമായി നടത്തിയ ഡ്രഗ് സ്മഗ്ലിങ്ങിനെതിരെയുള്ള ഓപ്പറേഷൻ ക്രിസ്റ്റൽ ഫോർട്രസ്. നമുക്ക് ഡ്രഗ്സ് ക്രിസ്റ്റൽ ആയിട്ട് ഉണ്ടെന്ന് നമുക്കറിയാം. ആ ക്രിസ്റ്റൽ ഡ്രഗ്സ് ആലോചിക്കുക. ഓപ്പറേഷന്റെ പേര് ക്രിസ്റ്റൽ ഫോർട്രസ്. ഇമ്പോർട്ടൻ്റ് ആണ്, ഒഴിവാക്കാൻ പറ്റില്ല. ദേശീയപാത അതോറിറ്റി ചെയർമാൻ സന്തോഷ് കുമാർ യാദവ്, ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. NH66 പണി കേരളത്തിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ NH അതോറിറ്റി ചെയർമാൻ ഇമ്പോർട്ടൻ്റ് ആണ്. ദേശീയപാതകളിലെ യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി മൊബൈൽ വഴി അപായ മുന്നറിയിപ്പുകൾ നൽകാൻ ദേശീയപാത അതോറിറ്റി ആദ്യഘട്ടത്തിൽ കരാറിലെത്തിയിരിക്കുന്നത് റിലയൻസ് ജിയോയുമായി. സയ്യിദ് മുസ്തഫ ട്രോഫിയിൽ സെഞ്ചുറി നേടുന്ന പ്രായം കുറഞ്ഞ താരം വൈഭവ് സൂര്യവംശി. വൈഭവ് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പ്ലെയർ 15-16 വയസ്സുകാരൻ. പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഉൾക്കൊള്ളുന്ന പുതിയ സമുച്ചയത്തിന് നൽകിയ പേര് സേവാ തീർത്ത്. ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ് കാനോട്ട് ബി അവോയ്ഡബിൾ. ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റാർട്ടപ്പ് ടെക് മ്യൂസിയം നിലവിൽ വരുന്നത് ബംഗളൂരു. മറക്കരുത്, അറിഞ്ഞിരിക്കണം. സ്റ്റാർട്ടപ്പ് ടെക് മ്യൂസിയം. 175 വർഷങ്ങൾക്ക് ശേഷം വയനാട് വനമേഖലയിൽ നിന്ന് കണ്ടെത്തിയ വംശനാശം സംഭവിച്ചെന്ന് കരുതിയ പരാഗസസ്യം കാമ്പലിയ ഓറൻഡിയാക്ക. 8ാമത് ഡോക്ടർ പൗലോസ് മാർ ഗ്രിഗോറിയോസ് അവാർഡ് ടെസ്സി തോമസ്, ഇന്ത്യയുടെ ഉരുക്കു വനിത. കൂടെ തന്നെ കേരള ശാസ്ത്ര സാഹിത്യ അക്കാദമി അവാർഡും ടെസ്സി തോമസ് ആണ്. ഇറ്റ് കാനോട്ട് ബി അവോയ്ഡബിൾ. ഭൂമിയിൽ നിന്നും ഏറ്റവും അകലെയുള്ള താരാപഥം കണ്ടെത്തിയത് ഇന്ത്യയിൽ നിന്നുള്ള ശാസ്ത്രജ്ഞർ ആണ്. ഗാലക്സിക്ക് അവർ നൽകിയ പേര് അളകനന്ദ. ഇതും ഇറ്റ് കാനോട്ട് ബി അവോയ്ഡബിൾ. ഇന്ത്യൻസിന്റെ ഇന്റർനാഷണൽ പെർഫോമൻസ്, അതുപോലെ മലയാളികളുടെ നാഷണൽ പെർഫോമൻസ്, ഇതൊന്നും കീ ടോപ്പിക് ആയിരിക്കും. അതങ്ങനെ തന്നെ ആവുള്ളൂ. നോട്ട് ചെയ്ത് വിടാതെ പഠിക്കുക. ബഹുഭാര്യത്വം നിരോധന ബില്ല് പാസാക്കിയ സംസ്ഥാനം ആസാം. പോളിഗമിക്കെതിരെ ബില്ല് പാസാക്കിയത് ആസാം. GI ടാഗ് ലഭിച്ച തമിഴ്നാട്ടിൽ നിന്നുള്ള 5 ഉൽപ്പന്നങ്ങൾ: വറയൂർ കോട്ടൺ സാരി, കാവിന്തപ്പടി നാട്ടുശർക്കര, നാമക്കൽ മക്കൾ പാത്രങ്ങൾ, ട്രഡീഷണൽ തൂയാമല്ലി, ആമ്പസമുദ്രം സോപ്പ് സാമാൻ. ഒരുപാട് കണ്ടന്റ് ഉണ്ടെങ്കിൽ തന്നെ പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വീണ്ടും വായിക്കുക. ഒരു ഫ്രീക്വന്റ് പീരീഡ് റിവൈസ് ചെയ്യുക. നമ്മൾ ഓപ്ഷനിൽ കാണുമ്പോൾ, ഇൻ കേസ് ഡയറക്റ്റ് ചോദിച്ചാൽ പേര് കിട്ടില്ലെങ്കിലും ഓപ്ഷനിൽ കാണുമ്പോൾ എക്സാം ഹാളിൽ കത്തുന്നതായിരിക്കും ആൻസർ. വർക്ക് എന്ന പ്രതിജ്ഞ കൊണ്ട് വൈറലായ ജപ്പാനിലെ നിലവിലെ പ്രധാനമന്ത്രി സനായ തകൈച്ചി. സബ് ജൂനിയർ സ്കൂൾ അത്ലറ്റിക് ജേതാക്കൾ കേരളം. 2026 FIFA വേൾഡ് കപ്പ് ഇമ്പോർട്ടൻ്റ് ആണ്. എന്തായാലും ചോദിച്ചിരിക്കും.
ഇത്തവണ നടക്കുന്നത് 3 രാജ്യങ്ങളായാണ്. ആദ്യമായാണ് 3 രാജ്യങ്ങളായിട്ട് നടക്കുന്നത്. മെക്സിക്കോ, കാനഡ, US. ആദ്യമായിട്ടാണ് 48 ടീമുകൾ പങ്കെടുക്കുന്നത്. ഉപയോഗിക്കുന്ന ഫുട്ബോളിന്റെ പേര് ട്രയോണ്ട. ഇമ്പോർട്ടൻ്റ് ആണ്. ഫിഫ വേൾഡ് കപ്പ് നോട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇത്തവണത്തെ ലോകകപ്പിൽ ആദ്യമായി അരങ്ങേറ്റം കുറിക്കുന്ന 4 രാജ്യങ്ങളുണ്ട്. കോപ്പ് ഡി വെർഡെ, കുറോസോ, ജോർദാൻ, ഉസ്ബെക്കിസ്ഥാൻ. ഇതിൽ കുറോസോ ആണ് ഏറ്റവും ചെറിയ രാജ്യം. സർക്കാർ ജീവനക്കാർക്കും ശമ്പളത്തോടു കൂടിയ ആർത്തവ അവധി നടപ്പാക്കിയ സംസ്ഥാനം കർണാടക. ഇമ്പോർട്ടൻ്റ് ആണ്. പഞ്ചാബ് നാഷണൽ ബാങ്ക് അംബാസഡർ ഹർമൻപ്രീത് കൗർ. ഫിഫ ഫിഫ പീസ് അവാർഡ് ഡൊണാൾഡ് ട്രംപ്. നമുക്കറിയാം നോബൽ സമാധാനം ലഭിച്ചത് മരിയ കൊറിന മച്ചോഡക്കാണ്. ട്രംപ് കുറെ ശ്രമിച്ചെങ്കിലും നടന്നില്ല. അതിനുശേഷമാണ് ഫിഫയുടെ പേരിലൊരു പീസ് എന്ന അവാർഡ് ഉണ്ടാക്കുകയും ട്രംപിന് കൊടുക്കുകയും അതുപോലെ തന്നെ ഇസ്രായേൽ അവരുടേതായ ഒരു പീസ് അവാർഡ് ഉണ്ടാക്കുകയും കൊടുക്കുകയും ചെയ്തു. ട്രംപിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി ട്രംപിന് ഒരു പീസ് പ്രസിഡന്റ് അങ്ങനെ കൊടുത്താൽ മതി. അത് തന്നെയാണ് ഫിഫയുടെ അവാർഡും ഇസ്രായേലിന്റെ ഒരു പീസ് അവാർഡും. പിന്നെ നമ്മുടെ നോബൽ നേടിയ മരിയ കൊറിന മച്ചോഡ അവളുടെ നോബൽ അവാർഡ് സബ്മിറ്റ് കൊടുത്തു. അതും ട്രംപിനെ അവൾ പിന്നീട് കൊടുക്കുകയുണ്ടായി. സ്വതന്ത്ര ഇന്ത്യയിൽ 10 തവണ മുഖ്യമന്ത്രി ആയതിനാൽ വേൾഡ് ബുക്സിൽ റെക്കോർഡ് നേടിയ ഇന്ത്യയിലെ മുഖ്യമന്ത്രി നിതീഷ് കുമാർ. റീസെന്റ് നിതീഷ് കുമാർ മുഖ്യമന്ത്രി സ്ഥാനം BJP നൽകിക്കൊണ്ട് രാജ്യസഭയിൽ അംഗത്വം ഏറ്റെടുക്കാൻ തീരുമാനിച്ചതാണ്. നിലവിൽ ബീഹാറിന്റെ മുഖ്യമന്ത്രി വേറൊരു പുതിയൊരു BJP പൊളിറ്റീഷ്യനാണ്. ഒഡീഷയിലെ ഭുവനേശ്വറിൽ നടന്ന 19 ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ കോൺഗ്രസ് ആൻഡ് അവാർഡിൽ ഡിജിറ്റൽ ഭരണരംഗത്തെ മികവിനുള്ള ദേശീയ അംഗീകാരം ലഭിച്ചത് ഡിജി കേരളം പദ്ധതി. ഇമ്പോർട്ടൻ്റ് ആണ്. നാഷണൽ ലെവലിലെ കേരള പെർഫോമൻസ് ഡിജി കേരളം, അതായത് ഡിജിറ്റൽ ലിറ്ററസിയിലുള്ള കേരളത്തിന്റെ മുന്നേറ്റത്തിന് പൊൻതൂവലാവുന്ന ഡിജി കേരളം പദ്ധതി. ഡിജിറ്റൽ ലിറ്ററസി ആണ് നമ്മുടെ റിപ്പബ്ലിക് ഡേയിലെ ടാബ്ലോയിൽ നമ്മൾ ഇത്തവണ ഉൾപ്പെടുത്തിയ ഒരു പോയിന്റ് ഡിജിറ്റൽ ലിറ്ററസി. 1 വാട്ടർ മെട്രോയാണ്. അനധികൃതമായി പറക്കുന്ന ഡ്രോണുകളെ വീഴ്ത്താൻ പോലീസിലെ ഡ്രോൺ ഫോറൻസിക് വിഭാഗം വികസിപ്പിച്ച അത്യന്താധുനിക സംവിധാനം ഈഗിൾ ഐ. അറിഞ്ഞിരിക്കുക, ഈഗിള് ആകാശത്ത് വട്ടമിട്ട് വരയ്ക്കുന്ന പരുന്തിന്റെ കണ്ണ് ഈഗിൾ ഐ. ആകാശത്തെ പോലീസിന്റെ കണ്ണ് ഈഗിൾ ഐ. സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി ഇമ്പോർട്ടൻ്റ് അല്ല. ദേശീയ ഗീതമായ വന്ദേമാതരത്തിന്റെ എത്രാമത്തെ വാർഷികമാണ് ഈ വർഷം ആഘോഷിക്കുന്നത്? 150. ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിന്റെ ഭാഗമായി ഒരു സ്പെഷ്യൽ ചർച്ച വന്ദേമാതരത്തിന്റെ പേരിൽ പാർലമെന്റിൽ നടത്തുകയും വന്ദേമാതരം ദേശീയ ഗീതം ആലപിക്കുന്നതിൽ പുതിയ ചട്ടക്കൂടുകൾ കേന്ദ്ര സർക്കാർ കൊണ്ടുവരികയും ചെയ്തു. 30ാം IFFKയിലെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം അബ്ദുറഹ്മാനി. ഫോർമുല 1 ഡ്രൈവേഴ്സ് ചാമ്പ്യൻഷിപ്പ് ജേതാവ് ലാൻഡോ നോറിസ്. ഇമ്പോർട്ടൻ്റ് ആണ്. ഫോർമുല 1 ചോദിച്ചു കാണാറുണ്ട്. ഇറ്റ് കാനോട്ട് ബി അവോയ്ഡബിൾ. പൊതുസേവനം ലഭ്യമാക്കുന്നതിൽ ഡിജിറ്റൽ വിപ്ലവത്തിന് വഴി തെളിയിച്ച കേന്ദ്ര സർക്കാർ മാതൃകയാക്കുന്ന കേരളത്തിലെ 3 പദ്ധതികൾ. കെ-സ്മാർട്ട്, ഡിജി കേരളം, പാലിയേറ്റീവ് കെയർ. സോളാർ ഒബ്സർവേഷൻ സാറ്റലൈറ്റ്. സോളാർ രംഗത്ത് സൂര്യന് ചുറ്റുപറ്റിയുള്ള പര്യവേക്ഷണ രംഗത്ത് ഇന്ത്യയുടെ പൊൻതൂവൽ മുതൽക്കൂട്ട് ആദിത്യൻ എന്ന് പറയുന്നത് സൂര്യന്റെ നമുക്കറിയാം ഒരു പര്യായമാണ് ആദിത്യ L1. വന്യജീവി സംരക്ഷണം മുൻനിർത്തി ഗ്ലോബൽ ഹ്യൂമൻ സൈറ്റ് നൽകുന്ന ഗ്ലോബൽ ഹ്യൂമാനിറ്റേറിയൻ പുരസ്കാരം. ഇമ്പോർട്ടൻ്റ് ആണ്. ആനന്ദ് അംബാനി. നമുക്കറിയാം വനധാര, ഗുജറാത്തിലെ വനധാരയിൽ ഉള്ള ആനന്ദ് അംബാനിയുടെ വൈൽഡ് ലൈഫ് കൺസർവേഷൻ എഫേർട്സ് വളരെ വേൾഡ് ഫേമസ് ആണ്. 16 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ സാമൂഹിക മാലിന്യത്തിൽ നിന്ന് വിലക്കുന്ന ലോകത്തെ ആദ്യ രാജ്യമായത് ഓസ്ട്രേലിയ. ഇത് വളരെ ഒരു കണ്ടംപററി വേൾഡിൽ ഒരു വളരെ നല്ല മുന്നേറ്റമായിട്ടാണ് കാണുകയും പിന്നീട് ന്യൂസിലാൻഡ്, ചൈന, പാകിസ്ഥാൻ, ഇംഗ്ലണ്ട് നിരവധി രാജ്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുകയും പലരും ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി കുട്ടികളുടെ സോഷ്യൽ മീഡിയ യൂസേജ്. ജൂനിയർ ലോകകപ്പ് ഹോക്കി കിരീടം നേടിയത് ജർമ്മനി. ഫൈനൽ റണ്ണേഴ്സ് അപ്പ് സ്പെയിൻ. ജൂനിയർ ഹോക്കി കിരീടം വെങ്കലം. ഇന്ത്യക്ക് കിട്ടിയത് വെങ്കലമാണ്. ഹോക്കി കിരീടമാണത്. ജൂനിയർ ഹോക്കി കിരീടം വെങ്കലം നേടിയ രാജ്യം ഇന്ത്യ. ഇമ്പോർട്ടൻ്റ് ആണ്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വഴി കടന്നു പോകുന്ന ദേശീയപാത NH66. ഐക്യരാഷ്ട്രസഭയുടെ പരമോന്നത പരിസ്ഥിതി അംഗീകാരം ആയ 2025 ചാമ്പ്യൻ ഓഫ് ദി എർത്ത് അവാർഡ് ലഭിച്ചത് സുപ്രിയ സാബു. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ഇന്ധന ബോട്ട് സർവീസ് വാരണാസി. ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യ ഹൈഡ്രജൻ ബോട്ട് സർവീസ് UP-യിലെ വാരണാസി. ബോട്ട് നിർമ്മിച്ചത് കൊച്ചിൻ ഷിപ്പ്യാർഡിൽ വെച്ച്. ജസ്റ്റിസ് VR കൃഷ്ണയ്യർ അവാർഡ് ലഭിച്ചത് P. സദാശിവം.
മുഖ്യ വിവരാവകാശ കമ്മീഷണർ റീസെന്റ് അപ്പോയിന്റ്മെന്റ് ആണ്, അതുകൊണ്ട് തന്നെ ഇമ്പോർട്ടന്റ്, രാജ്കുമാർ ഗോയൽ. കേന്ദ്ര വിവരാവകാശ കമ്മീഷണറായി നിയമിതനായ മലയാളി PR രമേശ്. ISRO ചെയർമാൻ VR നാരായണൻ. ഇറ്റ് cannot be അവോയ്ഡബിൾ. ക്വാണ്ടം ടാക്സ്. ജനസംഖ്യ ശ്രിങ്ക് ചെയ്യുന്നത് നിർത്തലാക്കി ജനസംഖ്യ കൂട്ടാൻ വേണ്ടിയുള്ള ചൈനയുടെ പുതിയ പദ്ധതി, അതായത് കോൺട്രസെപ്റ്റീവ് മെത്തേഡായ കോണ്ടത്തിന് ടാക്സ് ഒരുക്കുന്ന രാജ്യം ചൈന. 2025 ഡിസംബറിൽ സ്ക്വാഷ് വേൾഡ് കപ്പ് ഇന്ത്യ. തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതിയ രൂപം BBG റാംജി. ഇമ്പോർട്ടന്റ് ആണ്, ചോദിച്ചിരിക്കും. 100 തൊഴിൽ ദിനങ്ങൾ എന്നുള്ളത് 125 തൊഴിൽ ദിനങ്ങളാക്കുകയും പുതുതായിട്ട് സെൻട്രൽ സ്റ്റേറ്റ് ഷെയർ എന്ന കൺസെപ്റ്റ് കൊണ്ടുവരികയും 46% ഷെയർ സ്റ്റേറ്റുകളും 60% ഷെയർ സെൻട്രലും. 15 ദിവസങ്ങൾക്കകം തൊഴിൽ നൽകാനായില്ലെങ്കിൽ തൊഴിലില്ലായ്മ വേതനം സംസ്ഥാന സർക്കാരാണ് സ്റ്റേറ്റ്മെന്റ് ആയിട്ടുണ്ടാവും. സംസ്ഥാന സർക്കാരാണ് വേതനം കൊടുക്കുന്നത്, കേന്ദ്രമല്ല. പ്രസിഡന്റ് സൈൻ ചെയ്ത ഡേറ്റ് ഡിസംബർ 21 ശ്രദ്ധിച്ചു പഠിക്കുക. ഇന്ത്യയിലെ ആണവോർജ ഉൽപാദന രംഗത്തേക്ക് സ്വകാര്യ കമ്പനികൾ, അതായത് പ്രൈവറ്റ് കമ്പനികൾ ഇനി ന്യൂക്ലിയർ എനർജി രംഗത്തേക്ക് ഇറങ്ങുകയാണ്. അദാനി അംബാനി എക്സെട്ര. ബില്ല് ശാന്തി ബില്ല്. ആ ബില്ലിന്റെ പേര് ശാന്തി ബില്ല്. കേന്ദ്ര ടെക്സ്റ്റൈൽ മന്ത്രാലയത്തിന്റെ മികച്ച കരകൗശല കലാകാരനുള്ള ദേശീയ പുരസ്കാരം ഏറ്റുവാങ്ങിയത് സുലൈമാൻ കുട്ടി. ഫിഫ ബെസ്റ്റ് പുരസ്കാരം ഇമ്പോർട്ടന്റ് ആണ്. ഇറ്റ് cannot be അവോയ്ഡബിൾ. എന്തായാലും ചോദിച്ചിരിക്കും. ഫിഫ ബെസ്റ്റ് അവാർഡ് മെയിൽ പ്ലെയർ ഡംബലെ, വനിതാ താരം ഐറ്റാന ബോൺമാറ്റി, കോച്ച് ലൂയിസ് എൻട്രിക്ക് PSG കോച്ച്, ഗോളി ഡൊണറുമ, ഇറ്റലി സിറ്റി ഗോളി ഡൊണറുമ. ഇൻഷുറൻസ് മേഖലയിലെ 100% ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്, വിദേശ നിക്ഷേപം 100% നേരിട്ടുള്ള ഓട്ടോമാറ്റിക് റൂട്ടിൽ ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ട് വരുന്ന പുതിയ ബില്ല് സബ്ക ബീമ സബ്കി രക്ഷ. ഈ ബീമ എന്ന് ഏതൊരു സ്കീമിൽ കണ്ടാലും മനസ്സിലാക്കുക, ബീമ എന്ന ഇൻഷുറൻസ് ആണ്, ഹിന്ദി നാമമാണ്. അപ്പൊ ഏതൊരു ബീമ വെച്ചുള്ള സ്കീം കണ്ടാലും ബീമ ഇൻഷുറൻസ് രംഗമാണെന്ന് ഓർത്തു വെക്കുക. ജെയിംസ് വെബ് കണ്ടെത്തിയ പുതിയൊരു എക്സ്ട്രോ പ്ലാനറ്റ് ടൈലോസ്. 2026 ഇന്ത്യയുടെ ഔദ്യോഗിക ഓസ്കാർ എൻട്രി ആയ നീരജ് സംവിധാനം ചെയ്യുന്ന സിനിമ ഹോം ബൗണ്ട്. ഇമ്പോർട്ടന്റ് ആണ്. ലക്നൌവിൽ വെച്ച് നടന്ന ദേശീയ ജൂനിയർ സ്കൂൾ മിഡിൽ കിരീടം നേടിയ സംസ്ഥാനം കേരളം. രാജ്യത്തെ ആദ്യ ഇലക്ട്രിക് ട്രക്ക് ഇടനാഴി. ഇമ്പോർട്ടന്റ് ആണ്, NH66. NH66 കന്യാകുമാരി മുതൽ മുംബൈയിലെ മഹാരാഷ്ട്ര പനവേൽ വരെ നീളുന്ന NH സ്ട്രെച്ച്. അറൗണ്ട് 1600 കിലോമീറ്ററോളമാണ് NH ലെങ്ത്. അതൊരു 400-500 ലെവലാണ് കേരളത്തിലൂടെ പാസ് ചെയ്യുന്നത്. 40ാമത് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. ഇമ്പോർട്ടന്റ് ആണ്, ഒഴിവാക്കാൻ കഴിയില്ല. ജസ്റ്റിസ് സൗമൻ സെൻ റീസെന്റ് അപ്പോയിന്റ്മെന്റ് ആണ്, ചോദിക്കാൻ ഹൈ പ്രോബിലിറ്റി. അതുപോലെ തന്നെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായി നിയമിതനായത് ജസ്റ്റിസ് സൂര്യകാന്ത്. അദ്ദേഹം 53ാമത് ചീഫ് ജസ്റ്റിസ് ആണ്. 2025 ഡിസംബറിൽ ഇന്ത്യയുമായി സ്വതന്ത്ര ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് ഒപ്പുവെച്ച ഗൾഫ് രാജ്യം ഒമാൻ. ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ യൂറോപ്പുമായിട്ട് ട്രേഡ് ഡീൽ ഒപ്പുവെക്കുകയുണ്ടായി. മദർ ഓഫ് ഓൾ ഡീൽ എന്ന് അറിയപ്പെടുന്നത് യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള ട്രേഡ് ഡീൽ. അതുപോലെ അമേരിക്കയുമായുള്ള ട്രേഡ് ഡീൽ ഒപ്പുവെച്ചിട്ടില്ല, ചർച്ച ഏറെക്കുറെ തീരുമാനമായി. പിന്നീട് അടുത്തതായിട്ട് ന്യൂസിലൻഡുമായിട്ടുള്ള ഫ്രീ ട്രേഡ് അഗ്രിമെന്റും ഏതാണ്ട് സൈനിങ്ങിനോട് അടുത്തെത്തിയിരിക്കുന്നു. 2026 റിപ്പബ്ലിക് ദിനാഘോഷങ്ങളിലെ മുഖ്യ അതിഥി യൂറോപ്യൻ യൂണിയൻ പ്രസിഡന്റ് ഉർസുലയും യൂറോപ്യൻ കൗൺസിൽ പ്രസിഡന്റ് അന്റോണിയോ കോസ്റ്റയും. 26 ഇവര് ജനുവരി 26 ഗസ്റ്റ് ആയിട്ട് വന്നു. നെക്സ്റ്റ് 27 EUമായിട്ടുള്ള കരാർ ഒപ്പുവെച്ചത്. ഇമ്പോർട്ടന്റ് ആണ്. KK ശൈലജയുടെ ആത്മകഥ മൈ ലൈഫ് ആസ് എ കോമ്രേഡ്. ഇമ്പോർട്ടന്റ് ആണ്. ഡെറാഡൂണിലെ ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിൽ നിന്നും ബിരുദം നേടുന്ന ആദ്യ വനിതാ ഓഫീസർ സായി ജാദവ്. സൈക്കിൾ ചവിട്ടിയാൽ കേന്ദ്ര സർക്കാർ കാശിയെടുന്ന പദ്ധതി ഫിറ്റ് ഇന്ത്യ സൺഡേ ഓൺ സൈക്കിൾ. വീൽചെയറിലായ വനിത ഈയിടെ ബഹിരാകാശ യാത്ര നടത്തി പ്രശസ്തി നേടി. മീക്കൈല ബെൻഡ്ഹൗസ് ബ്ലൂ ഒറിജിന്റെ ഭാഗമായിട്ടാണ് യാത്ര നടത്തുകയുണ്ടായത്. പ്ലാസ്റ്റിക് മലിനീകരണം കുറയ്ക്കുന്നതിനായി റീഫണ്ടബിൾ ഗ്രീൻ ഡെപ്പോസിറ്റ് സ്കീം ആരംഭിച്ച സംസ്ഥാനം മേഘാലയ. ഇമ്പോർട്ടന്റ് ആണ്, അറിഞ്ഞിരിക്കണം, മറക്കരുത്. 35-60 പ്രായപരിധിയിൽ ജോലിയില്ലാത്ത സ്ത്രീകൾക്കുള്ള പെൻഷൻ പദ്ധതി സ്ത്രീ സുരക്ഷാ പദ്ധതിയും കൂടെ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ കോമ്പറ്റേറ്റീവ് എക്സാം ഫീൽഡിൽ നിൽക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള കണക്റ്റഡ് വർക്ക് സ്കീമും. രണ്ടും അറിഞ്ഞിരിക്കണം, ചോദിക്കും. യാത്രയ്ക്കിടയിൽ ടോയ്ലറ്റുകൾ എവിടെയുണ്ടെന്ന് അറിയാൻ ശുചിത്വ മിഷൻ സജ്ജമാക്കിയ ആപ്പ് ക്ലൂ. ഇമ്പോർട്ടന്റ് ആണ്.
ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തുന്ന രാജ്യത്തെ ആദ്യ ജില്ലാ ആശുപത്രി എറണാകുളം ജനറൽ ആശുപത്രി. ഇമ്പോർട്ടൻ്റ് ആണ്, അറിഞ്ഞിരിക്കണം, മറക്കരുത്. അതുപോലെ തന്നെ രാജ്യത്തെ ആദ്യമായി സമ്പൂർണ്ണ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് വേണ്ടി മാത്രം ഒരു ഹോസ്പിറ്റൽ തറക്കല്ലിട്ടു വരുന്നത് കേരളത്തിൽ, കോഴിക്കോട്. അതും ഇമ്പോർട്ടൻ്റ് ആണ്. കേരളത്തിൽ നാഷണൽ ലെവലിൽ സ്റ്റേറ്റിന്റെ പെർഫോമൻസ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമയായ സ്റ്റാച്യു ഓഫ് യൂണിറ്റി ഏകതാ പ്രതിമ നിർമ്മിച്ച ശില്പി ഈയിടെ അന്തരിക്കുകയുണ്ടായി, റാംവി സുതാർ. ഡിസംബർ 24-ന് ISRO വിക്ഷേപിച്ച അമേരിക്കൻ നിർമ്മിത ഉപഗ്രഹം ബ്ലൂബേർഡ്. ഇമ്പോർട്ടൻ്റ് ആണ്. ബ്ലൂബേർഡ് ബ്ലോക്ക് 2 വിക്ഷേപിച്ചത് LBM-3, അതായത് GSLV Mark 3യുടെ ഇതാണ് LBM-3. ഈ വർഷം കളിച്ച 12 ബാഡ്മിന്റൺ ഫൈനലുകളിലും 11ലും കിരീടം നേടിക്കൊണ്ട് ചരിത്രത്തിലെ റെക്കോർഡ് പ്രകടനത്തിനൊപ്പം എത്തിയ സൗത്ത് കൊറിയയുടെ 1-ാം നമ്പർ താരം ആൻ സെയോങ്. ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ആൻ സെയോങ് ആണ് ഇപ്പോൾ നിലവിൽ ബാഡ്മിന്റണിൽ മിന്നിക്കൊണ്ട് നിൽക്കുന്ന താരം. ഇപ്പോൾ അറിയില്ലെങ്കിൽ ഇപ്പോൾ റീസെൻ്റായി നടക്കുന്ന മത്സരങ്ങളിൽ പലതിലും മെജോറിറ്റി എണ്ണത്തിലും വിജയിക്കുന്നത് ആൻ സെയോങ് ആണ്. ഒരു ചാൻസ് എടുക്കുകയാണെങ്കിൽ ആൻ സെയോങ് ബാഡ്മിന്റണിൽ ഉത്തരമായി വരാൻ ചാൻസ് കൂടുതലാണ് പല ടൂർണമെന്റുകളിലും. അതുപോലെ തന്നെ ടെന്നീസിൽ ഇപ്പോൾ റീസെന്റ് ട്രെൻഡിൽ കാണുന്നത് കാർലോസ് അൽക്കാരസ് ആണ്. ഹൈ സ്ട്രൈക്ക് റേറ്റിൽ വിജയിച്ചു പോകുന്നത് ടൂർണമെന്റുകൾ. സ്വതന്ത്ര വ്യാപാര കരാർ ഏത് രാജ്യവുമായാണ് ഇന്ത്യ പ്രഖ്യാപിച്ചത്? ന്യൂസിലാൻഡ്. ഒരാളുടെ അക്കൗണ്ടിലുള്ള നിശ്ചിത തുക മറ്റൊരാൾക്ക് UPI വഴി ഉപയോഗിക്കാവുന്ന ഫീച്ചർ UPI സർക്കിൾ. സ്വദേശവും സ്ഥിരതാമസവും തെളിയിക്കുവാൻ നേറ്റിവിറ്റി കാർഡ് കൊണ്ടുവരുന്ന സംസ്ഥാനം കേരള. നേറ്റിവിറ്റി കാർഡ് ഇമ്പോർട്ടൻ്റ് ആണ്. ഏതു ഗോത്ര ഭാഷയിലുള്ള ഭരണഘടനാ രൂപമാണ് രാഷ്ട്രപതി പുറത്തിറക്കിയത്? സാന്താലി ലാംഗ്വേജിലുള്ള ഭരണഘടന രാഷ്ട്രപതി ഈയടുത്ത് പുറത്തിറക്കുകയുണ്ടായി. ഇമ്പോർട്ടൻ്റ് ആണ്. കാന്തശക്തി ഉപയോഗിച്ച് ഓടുന്ന ട്രെയിൻ, അതായത് മാഗ്ലെവ് ട്രെയിൻ, മാഗ്നറ്റിക് ലെവിറ്റേഷൻ ട്രെയിൻ അവതരിപ്പിച്ച രാജ്യം ചൈന. ഏറ്റവും വേഗം കൂടിയത് ചൈന. ചൈനയിലും മാത്രമല്ല ജപ്പാനിലും മാഗ്ലെവ് ട്രെയിൻ ഉണ്ട്. പക്ഷെ ഫാസ്റ്റസ്റ്റ് ചൈന ട്രെയിനാണ് നിലവിൽ. രാജ്യാന്തര വനിതാ ക്രിക്കറ്റിൽ 10,000 റൺസ് തികയ്ക്കുന്ന 4ാമത്തെ വനിത സ്മൃതി മന്ദാന. 5-ാം നൂറ്റാണ്ടിലെ കപ്പലുകളുടെ മാതൃകയിൽ സഞ്ചാര കപ്പൽ ഉണ്ടാക്കുകയും ലോകം ചുറ്റാൻ ഇന്ത്യൻ നേവി തീരുമാനിച്ചതുമായ കപ്പൽ INSV കൗണ്ടിന്യ. മൊബൈൽ ഉൽപാദനത്തിൽ ആഗോളതലത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 2. ഈയിടെ അന്തരിച്ച ബംഗ്ലാദേശിലെ ആദ്യ വനിതാ പ്രധാനമന്ത്രി ഖാലിദ സിയ. ഇമ്പോർട്ടൻ്റ് ആണ്. രാജ്യാന്തര വനിതാ T20 ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച വിക്കറ്റ് കാട്ടക്കാരി ദീപ്തി ശർമ്മ. തായ്വാന് ചുറ്റും ചൈന നടത്തുന്ന 2 ദിവസത്തെ യുദ്ധ അഭ്യാസങ്ങൾ അറിയപ്പെടുന്ന നാമം ജസ്റ്റിസ് മിഷൻ 2025. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യ മലിനീകരണ നിയന്ത്രണ കപ്പൽ സമുദ്ര പ്രതാപ്. ഇമ്പോർട്ടൻ്റ് ആണ്. കോസ്റ്റ് ഗാർഡാണ് നിർമ്മിച്ചത്. പൂർണ്ണമായും സെൽഫ് മെയ്ഡ് ആണ്. രാജ്യത്തിനകത്താണ്. പൊല്യൂഷൻ കൺട്രോൾ ചെയ്യുന്ന കപ്പൽ സമുദ്ര പ്രതാപ്. പണി വിഭാഗത്തിൽ നിന്നുള്ള രാജ്യത്തെ ആദ്യ നഗരസഭാ ചെയർപേഴ്സൺ, അതും കേരളത്തിൽ നിന്നാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. E. വിശ്വനാഥൻ, കൽപ്പറ്റ നഗരസഭ. 2025 ഡിസംബറിൽ അന്തരിച്ച 59ാമത് ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് വിനോദ് കുമാർ ശുക്ല. അതുപോലെ തന്നെ ഈ വർഷത്തെ ജ്ഞാനപീഠ അവാർഡ് ജേതാവ് R. വൈരമുത്തു. ഇമ്പോർട്ടൻ്റ് ആണ് രണ്ടും. പ്രഥമ ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസ് വേദിയാവുന്നത് ബിലാസ്പൂർ, ഛത്തീസ്ഗഡ്. ഇമ്പോർട്ടൻ്റ് ആണ്. പ്രഥമ ട്രൈബൽ ഗെയിംസ് ആണ് ബിലാസ്പൂർ, ഛത്തീസ്ഗഡ്. ഇന്ത്യയിലെ ആദ്യ വന്യജീവി സൗഹൃദ പാത NH45 മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് കണക്ട് ചെയ്തുകൊണ്ട് വരുന്ന NH ആണ്. അതിൽ 12 കിലോമീറ്റർ ആണ് ഈ വന്യജീവി സൗഹൃദ പാതയുടെ ഭാഗമായി കണക്കാക്കുന്നത്. രണഭൂമി ഇമ്പോർട്ടൻ്റ്. രണഭൂമി ദർശൻ പദ്ധതിയുടെ ഭാഗമായി 2025 ഡിസംബറിൽ വിനോദസഞ്ചാരത്തിനായി തുറന്നുകൊടുത്ത സിക്കിമിലെ ചുരങ്ങൾ ചോല ഡോക്കില. രാജ്യത്തെ ആദ്യത്തെ വന്ദേ ഭാരത് സ്ലീപ്പർ കൊൽക്കത്ത മുതൽ ഗുവാഹത്തി വരെ. ചരിത്രത്തിൽ ആദ്യമായി റിപ്പബ്ലിക് ദിന പരേഡിൽ പുതുതായി ഉൾപ്പെടുന്ന അനിമൽ കണ്ടിൻജന്റ് ബാക്ടീരിയൻ ക്യാമൽ കണ്ടിൻജന്റ്. വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡുറോയെ പിടികൂടുന്നതിനായി ജനുവരിയിൽ അമേരിക്ക നടത്തിയ സൈനിക നീക്കത്തിന്റെ പേര് ഓപ്പറേഷൻ അബ്സല്യൂട്ട് റിസോൾവ്. ഒറ്റ രാത്രി കൊണ്ട് നേരം വെളുത്തപ്പോഴത്തിന് മഡുറോയെയും വൈഫിനെയും രാജ്യം കടത്തി. നിലവിൽ അമേരിക്കൻ സൈന്യത്തിന്റെ പിടിയിലാണ്. ട്രയൽ കാത്തു കിടക്കുകയാണ്. ഓപ്പറേഷൻ അബ്സല്യൂട്ട് റിസോൾവ്. സിക്കിം ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി നിയമിച്ച കേരള ഹൈക്കോടതിയിലെ മുതിർന്ന ജഡ്ജ് ജസ്റ്റിസ് A. മുഹമ്മദ് മുസ്താഖ്. ഒരുമിച്ചാണ് മുസ്താഖിനെ സിക്കിം ജസ്റ്റിസുമാക്കി, സുമനെ കേരളത്തിലെ ചീഫ് ജസ്റ്റിസുമാക്കി. വെനസ്വേലയുടെ ആക്ടിംഗ് പ്രസിഡന്റായിട്ട്
ഉള്ള വനിത ഡെൽസി റോഡ്രിഗസ്. ഡെൽസി റോഡ്രിഗസ് ആയിരുന്നു അമേരിക്കയുമായിട്ടുള്ള ചർച്ചകൾ നടത്തിയിരുന്നത്. പെട്ടെന്ന് മഡുറോയെ പിടികൂടുകയും ഡെൽസി ആക്ടിംഗ് പ്രസിഡന്റായി മാറുകയും ചെയ്തു. കുട്ടികളുടെ മാനസിക സമ്മർദ്ദം ഒഴിവാക്കാൻ സ്കൂളിലും വീട്ടു പരിസരങ്ങളിലും കളിക്കൂട്ടം ഒരുക്കുന്ന പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പദ്ധതി സ്നേഹം. കുട്ടികളോട് എല്ലാവർക്കും സ്നേഹമാണല്ലേ, അപ്പോൾ സ്നേഹമാണ് ആ പദ്ധതി എന്ന് ഓർത്ത് വെക്കുക. 19ാമത് കഥകളി ഫെസ്റ്റിവലിന് വേദിയാകുന്നത് പമ്പയുടെ തീരത്ത് ചെറുകോൽപ്പുഴ. ഈയിടെ പുറത്തിറക്കിയ അമിതാഭ് ഘോഷിന്റെ പുനർജനിയും ഓർമ്മകളും ബന്ധങ്ങളും പ്രമേയമാക്കുന്ന നോവൽ ഗോസ്റ്റൈ ഇമ്പോർട്ടൻ്റ് ആണ്. അമിതാഭ് ഘോഷ് ഫേമസ് റൈറ്റർ, അദ്ദേഹത്തിന്റെ റീസെന്റ് ബുക്ക് ഗോസ്റ്റൈ. KSRTCയുടെ ഗുഡ് വിൽ അംബാസഡർ മോഹൻലാൽ. 2026 ജനുവരി അന്തരിച്ച പ്രശസ്ത പരിസ്ഥിതി ശാസ്ത്രജ്ഞാവ് മാധവ് ഗാഡ്ഗിൽ. ഒഴിവാക്കാൻ എന്തായാലും പറ്റില്ല, ഗാഡ്ഗിൽ എന്തായാലും ഉണ്ടായിരിക്കും, ഒരു ഷിഫ്റ്റിൽ എന്തായാലും ചോദിച്ചിരിക്കും. ഈ വർഷത്തെ ഹരിവരാസൻ അവാർഡ് തിരുവിഴ ജയശങ്കർ. ഇന്ത്യൻ സൈന്യം 12 ഓപ്പറേറ്റർമാരുമായി സൃഷ്ടിച്ച യുദ്ധസേന. മോഡേൺ വാർഫെയർ ഇന്ത്യ സൃഷ്ടിച്ചത്, അതായത് മോഡേൺ ടെക്നോളജി, ഡ്രോണ്, സയൻസ് ആൻഡ് ടെക്നോളജി അറിവുകളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പുതിയ യുദ്ധമുറ ഭൈരവ് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ സൈബർ ടെററിസത്തിനെതിരായിട്ടുള്ള ഇന്ത്യയുടെ പോളിസി പ്രഹാർ എന്ന് പേരുള്ളൊരു പുതിയ പോളിസി വന്നിട്ടുണ്ട്, അതും ഇമ്പോർട്ടൻ്റ് ആണ്. DRDA വികസിപ്പിച്ചെടുത്ത കടൽ വെള്ളം കുടിവെള്ളമാക്കി മാറ്റുന്ന ഡീസലൈനേഷൻ പ്ലാന്റ്. പ്രത്യേകത സൈനികർക്ക് കൈ കൊണ്ട് പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന മാനുവൽ ആണ്, ഒരു ബുദ്ധിമുട്ടില്ല, വളരെ ഈസി ആയിട്ട് കോസ്റ്റ് ഏരിയയിൽ സൈനികർക്ക് ഡീസലൈൻ വാട്ടർ കുടിവെള്ളമാക്കി മാറ്റാം. ഉപകരണത്തിന്റെ പേര് സ്വദേശ്. ആധാറിന്റെ ഔദ്യോഗിക ചിഹ്നമായ ഉദയ് ഡിസൈൻ ചെയ്തത്, ഔദ്യോഗിക ചിഹ്നം ഉദയ് ഡിസൈൻ ചെയ്തത് അരുൺ ഗോകുൽ, തൃശൂർ സ്വദേശിയാണ്, ഇമ്പോർട്ടന്റ്. പെർഫോമൻസ് ഓഫ് എ മലയാളി അറ്റ് നാഷണൽ ലെവൽ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ പെർഫോമൻസ് ഓഫ് ആൻ ഇന്ത്യൻ അറ്റ് ഇന്റർനാഷണൽ ലെവൽ. 2024 ഐക്യരാഷ്ട്രസഭയുടെ ചാമ്പ്യൻ ഓഫ് എയർ അവാർഡ് മാധവ് ഗാഡ്ഗിൽ. സ്ത്രീകളുടെയും കുട്ടികളുടെയും ക്ഷേമ പ്രവർത്തനങ്ങൾക്കായി CSR ഫണ്ടുകളും മറ്റു ഉപകരണങ്ങളും ഏകോപിപ്പിക്കുന്നതിനുള്ള ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം പങ്കുടി. CSR നമുക്കറിയാം, വലിയ കോർപ്പറേറ്റ് അവരുടെ ലാഭത്തിന്റെ ഒരു ചെറിയ 2% വെൽഫെയർ മെഷേഴ്സിന് വേണ്ടി മാറ്റുന്നു. ഇതിൽ വുമൺ ആൻഡ് ചിൽഡ്രൻ സോഷ്യൽ വെൽഫെയർ മെഷേഴ്സിന്റെ പ്രവർത്തനങ്ങൾ ഏകീകരിക്കുന്ന പ്ലാറ്റ്ഫോം. അതായത് ഇപ്പോൾ CSR ഡൊണേറ്റ് ചെയ്യുന്ന കമ്പനികൾക്ക് അത് ചെയ്യാനും ഗവൺമെന്റ് വഴി നടത്തുന്ന വെൽഫെയർ മെഷേഴ്സ് നടത്താനും വളരെ സുഗമമാക്കുന്ന പ്ലാറ്റ്ഫോം പങ്കുടി. കേരളത്തിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സാങ്ച്വറി R1 കണ്ണൂർ ഇമ്പോർട്ടൻ്റ് ആണ്. കേരളത്തിലെ രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ കടലാസ് രഹിത കോടതി വയനാട്. പെർഫോമൻസ് ഓഫ് കേരള അറ്റ് നാഷണൽ ലെവൽ ഇമ്പോർട്ടൻ്റ്. ഉപഗ്രഹങ്ങളുടെ ആയുസ് വർദ്ധിപ്പിക്കാനും ബഹിരാകാശ മാലിന്യം കുറയ്ക്കാനും ലക്ഷ്യമിട്ടുള്ള ഇന്ത്യയുടെ നിർണായക ദൗത്യം ആയുൽ സാറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. പെർഫോമൻസ് ഓഫ് ഇന്ത്യ അറ്റ് ഇന്റർനാഷണൽ ലെവൽ. ആയുസ് വർദ്ധിപ്പിക്കാൻ ആയുധി. അതുപോലെ തന്നെ മനുഷ്യനെ ബഹിരാകാശത്തെത്താനുള്ള മിഷൻ ഗഗൻയാനി. വീണ്ടും ആവർത്തിക്കുന്ന ചോദ്യമാണ്. സമുദ്രത്തിനകത്തേക്ക് അടിത്തട്ട് തിരഞ്ഞുള്ള യാത്ര സമുദ്രയാനി. 2025 ഓടക്കുഴൽ അവാർഡ് EP രാജഗോപാൽ. അറിഞ്ഞിരിക്കണം ഉൾക്കഥ. ക്രിറ്റിക് ഗ്രന്ഥമാണ് ഉൾക്കഥ, രാജഗോപാലിന്റെ ഉൾക്കഥ. ജേഴ്സിലാണിൽ അവാർഡ് 24 ശാരദ. ശിവഗിരി മഠത്തിന്റെ ലോകമത പാർലമെന്റ് റഷ്യ ഇമ്പോർട്ടൻ്റ് ആണ്. മനുഷ്യനെ വീണ്ടും ചന്ദ്രൻ സമീപം എത്തിക്കുന്ന നാസയുടെ ദൗത്യം ആർടെമിസ് 2. ഓർത്തുവെക്ക്, ചന്ദ്രനിൽ ഇറങ്ങാൻ പോകുന്നില്ല, വലയം വെച്ച് വരുന്നേ ഉള്ളൂ. ആർടെമിസ് 2. സ്പേസ് ലോഞ്ച് സിസ്റ്റം എന്ന വമ്പൻ റോക്കറ്റിലാണ് ഒറിയോൺ എന്ന പേടകം വിക്ഷേപിക്കുന്നത്. ആർടെമിസിന്റെ ബാക്കി തന്നെ. സംസ്ഥാന സ്കൂൾ കലോത്സവം കിരീടം കണ്ണൂർ. സാധാരണയായി പാലക്കാട്, കോഴിക്കോട് മാറി ജയിക്കുന്ന കലോത്സവം ഇത്തവണ തൂക്കിയത് കണ്ണൂർ. മഹാമാഘം ഉത്സവം നടക്കുന്നത് തിരുനാവായ. കുട്ടികളുടെ കളിക്കാനുള്ള അവകാശം സംരക്ഷിക്കുന്ന പദ്ധതി നാരങ്ങാമിഠായി. എഴുത്തച്ഛൻ പുരസ്കാരം KG ശങ്കരപിള്ള. അറിഞ്ഞിരിക്കണം, എഴുത്തച്ഛൻ KG ശങ്കരപിള്ള. ഓടക്കുഴലി രാജഗോപാൽ. സന്തോഷ് ട്രോഫി ഫുട്ബോൾ മത്സരവേദി ആസാം. ഈ വർഷത്തെ ജേതാക്കൾ സർവീസസ്. റണ്ണേഴ്സ് അപ്പ് കേരള. 2026 ജനുവരിയിൽ ബാഡ്മിന്റണിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ താരം സൈന നെഹ്വാൾ. സൈന നെഹ്വാളിന്റെ വിളിപ്പേര് അയൺ ബട്ടർഫ്ലൈ. കൂടെ തന്നെ റീസെന്റായി 500ഓളം മാച്ച് പൂർത്തിയാക്കിയ ഇന്ത്യൻ ബാഡ്മിന്റൺ പ്ലെയർ PV സിന്ധു. തദ്ദേശ വകുപ്പ് കൊണ്ടുവരുന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന AI കോൾ സെന്റർ സ്മാർട്ടി ഇമ്പോർട്ടൻ്റ് ആണ്.
ലോകയാൻ 2026 മഹാസമുദ്രങ്ങൾ പിന്നിട്ടുള്ള 10 മാസം നീളുന്ന ഇന്ത്യൻ നാവികസേനയുടെ ഉപഗ്രഹ സഞ്ചാരം INS സുദർശിനി. ആഗോള സംഘർഷങ്ങൾ പരിഹരിക്കുന്നതിനായി US പ്രസിഡന്റ് മുന്നോട്ട് വെച്ച സംഘടന ബോർഡ് ഓഫ് പീസ്. മെയിൻലി ഗാസയുടെ ഇഷ്യൂ റിസോൾവ് ആക്കാൻ വേണ്ടി ട്രംപ് UN പാരലൽ ആയിക്കൊണ്ട് വേറൊരു ബോഡി ഉണ്ടാവുകയുണ്ടായി. അതിന്റെ ഭാഗമാണ് ബോർഡ് ഓഫ് പീസ്. ഇന്ത്യ നിലവിൽ ഒഫീഷ്യലായി മെമ്പർ ആയിട്ടില്ല, ഒരു ഒബ്സർവർ ആയിട്ടാണ് തുടരുന്നത്. പൊതുവെ UN പുറമേയുള്ളൊരു ബോഡി ആയതുകൊണ്ട് തന്നെ പൂർണ്ണമായി സപ്പോർട്ട് ചെയ്യാൻ ഇന്ത്യ നിലവിലെ സാഹചര്യത്തിൽ ആഗ്രഹിക്കുന്നില്ല. UN അണ്ടറിൽ വേണമെന്ന സ്റ്റാൻഡാണ് ഇന്ത്യയുടെ ട്രഡീഷണൽ സ്റ്റാൻഡ്. കണക്ട് വർക്ക് സ്കോളർഷിപ്പ് നമ്മൾ പറഞ്ഞു. ലോകത്തിലെ ഏറ്റവും വലിയ ഗ്രീൻ NSC പ്രൊജക്ട് നിലവിൽ വരുന്നത് കാക്കിനാട. ഇന്ത്യയിലെ ആദ്യത്തെയും ഏറ്റവും വലുതും ലോകത്തിലെ ഏറ്റവും വലുതും കാക്കിനാട, ആന്ധ്രാപ്രദേശിലെ ഗ്രീൻ NSC3 പ്ലാന്റ്. ഇന്ദിരാഗാന്ധി പീസ് പ്രൈസ് ഗ്രാസ മശേൽ. സാഹിത്യ അക്കാദമി പ്രസിഡന്റ് സച്ചിദാനന്ദന്റെ ആത്മകഥാപരമായ പുസ്തകം അവിരാമം. ഇമ്പോർട്ടൻ്റ് ആണ്, റീസെന്റ് ബുക്ക്. ലോകത്തെ ഏറ്റവും പഴയ ഗുഹാചിത്രം കണ്ടെത്തിയത് സുലാവെസി. പ്രൊഫഷണൽ ബാഡ്മിന്റൺ 500 വിജയങ്ങൾ എന്ന നാഴികക്കല്ല് പിന്നിടുന്ന ഇന്ത്യൻ വനിത PV സിന്ധു. ഗ്രാമപഞ്ചായത്തുകളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ പുറത്തിറക്കുന്ന ചാറ്റ് ബോട്ട് പഞ്ചം. മദർ ഓഫ് ഓൾ ഡീൽ EU ആയിട്ടുള്ള കരാറ് സൈൻ ചെയ്ത് ജനുവരി 27. കേരള ശാസ്ത്ര പുരസ്കാരം ടെസ്സി തോമസ്. മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാർ വാഹനാപകടത്തിൽ മരിക്കുകയുണ്ടായി. തുടർന്ന് നിലവിലെ മുഖ്യമന്ത്രി സുനേത്ര പവാർ. 2026 റിപ്പബ്ലിക് ഡേ കേരളം അവതരിപ്പിച്ച ടാബ്ലോ വാട്ടർ മെട്രോയും ഡിജിറ്റൽ ലിറ്ററസിയും. ആർത്തവ ആരോഗ്യം വരുന്നത് ആർട്ടിക്കിൾ 21 32 ലൈഫിന്റെ അണ്ടറിൽ. കാലാവസ്ഥ ആളുകളുടെ ജീവിത രീതിയും പരിഗണിച്ച് അധ്യയന വർഷം ജനുവരി മുതൽ ഡിസംബർ വരെയാക്കുന്ന സംസ്ഥാനം മിസോറാം. ബാഫ്ത ടെലിവിഷൻ അവാർഡ് കുട്ടികളുടെ വിഭാഗത്തിൽ നോമിനേഷൻ നേടിയ ഇന്ത്യൻ ചലച്ചിത്രം ബൂങ്. ബൂങ് ഒരു മണിപ്പൂരി ചിത്രമാണ്. സംവിധാനം ലക്ഷ്മിപ്രിയ ദേവി. ഫർഹാൻ അക്തർ ഒരു ക്യാരക്ടറായി വരുന്ന പടം കൂടെയാണ്. 4 മേജർ ഗ്രാൻഡ് സ്ലാമുകളുടെയും ഫൈനലിൽ പ്രവേശിച്ച പ്രായം കുറഞ്ഞ കായിക താരം കാർലോസ് അൽക്കാരസ്, സ്പെയിൻ. ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് വനിതാ കിരീടം എലൈന റബാക്കിന. പുരുഷ ജേതാവ് അൽക്കാരസ്. കരിയർ ഗ്രാം, അതായത് 4 ഗ്രാൻഡ് സ്ലാമുകളും ഏതെങ്കിലും ഒരു തവണ നേടുന്ന പ്രായം കുറഞ്ഞ താരം എന്ന റെക്കോർഡ് അൽക്കാരസിന്. ഇന്റർനാഷണൽ ബിഗ് ക്യാറ്റ് അലയൻസ് ഇന്ത്യ മുൻകൈയെടുത്ത് സ്ഥാപിച്ച ഇന്റർനാഷണൽ ബോഡിയാണ്. ഏപ്രിൽ നടന്നത് ന്യൂഡൽഹി. അർബുദ, പ്രമേഹം തുടങ്ങിയ ജീവിതശൈലി രോഗങ്ങളെ നിയന്ത്രിക്കുവാൻ കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതി ശക്തി. കാർഷിക ഉൽപാദനക്ഷമത അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കാൻ കർഷകരെ പര്യാപ്തമാക്കൽ, കൃഷിയിലെ നഷ്ടസാധ്യത കുറയ്ക്കാൻ വേണ്ടി സർക്കാർ പുറപ്പെടുവിച്ച AI സാങ്കേതിക വഴി ബന്ധിപ്പിക്കുന്ന പോർട്ടൽ ഭാരത് വിസ്താർ. ഇപ്പോൾ പുതിയ പോർട്ടലുകളെല്ലാം ഒരുവിധമൊക്കെ AI മാറുന്ന കോലം അപ്ഡേറ്റ് ചെയ്താൽ മതിയാവുള്ളൂ. AI സാങ്കേതിക ടെക്നോളജി യൂസ് ചെയ്യുന്നതായിരിക്കും. മികച്ച ഓഡിയോ ബുക്ക് നറേഷൻ, സ്റ്റോറി ടെല്ലിംഗ് ആൻഡ് റെക്കോർഡിംഗ് വിഭാഗത്തിൽ ഗ്രാമി പുരസ്കാരം ദലൈലാമ. ഇമ്പോർട്ടൻ്റ് ആണ്. ഭൗമശാസ്ത്ര നോബൽ എന്ന് വിശേഷിപ്പിക്കുന്ന ക്രാഫ്റ്റ് പുരസ്കാരം വീരഭദ്രൻ രാമനാഥൻ. 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി. ഇമ്പോർട്ടൻ്റ് ആണ്. ഫോർമർ ജനറൽ MM നരവനെ. വളരെ വിവാദമായ ബുക്കാണ്. പാർലമെന്റിനെ ഇളക്കി മറിക്കാൻ ഇടവന്ന ഒരു ആർമി സ്റ്റാഫിന്റെ ബുക്കാണ് 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി. മണിപ്പൂർ കലാപത്തെ തുടർന്ന് നമുക്കറിയാം, മണിപ്പൂര് വളരെ വൈകിയാണെങ്കിലും രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിച്ചു. ആർട്ടിക്കിൾ 356. തുടർന്ന് പുതിയ മുഖ്യമന്ത്രി നിലവിൽ വന്നു, KM ചന്ദ് സിംഗ്. 2026 ഫെബ്രുവരിയിൽ അന്തരിച്ച പ്രശസ്ത സംഗീത സംവിധായകൻ SP വെങ്കടേഷ്. ഇന്ത്യയുടെ ആദ്യ മെനോപോസ് ക്ലിനിക്ക് ആരംഭിച്ചത് മഹാരാഷ്ട്ര. ഇമ്പോർട്ടൻ്റ് ആണ്. മെനോപോസ് ആർത്തവ വിരാമം തുടർന്ന് അനുഭവിക്കുന്ന മെന്റൽ സ്ട്രെസ്, മറ്റ് ബുദ്ധിമുട്ടുകൾക്കുള്ള സപ്പോർട്ട് തരുന്ന ക്ലിനിക്ക് മെനോപോസ് ക്ലിനിക്ക്. ആദ്യമായി മഹാരാഷ്ട്ര. ഐ ലീഗിന്റെ പുതിയനാമം ഇന്ത്യൻ ഫുട്ബോൾ ലീഗ്. സമർത്ത് പഞ്ചായത്തുകൾ വഴി കെട്ടിട നികുതി ശേഖരിച്ച രാജ്യത്തിലെ ആദ്യ ജില്ല. സമർത്ത് വഴി വാങ്ങിയത് ദംതാരി, ഛത്തീസ്ഗഡ്. ഇമ്പോർട്ടൻ്റ് അർബൻ പോളിസി. നമുക്കറിയാം കേരള വളരെ വേഗത്തിൽ അർബനൈസ് ആകുന്ന ഒരു സ്റ്റേറ്റ് ആണ്. റൂറൽ അർബൻ ഡിവിഷൻ വളരെ കുറവ്. അർബൻ എന്നൊരു പുതിയ ടേം തന്നെ കൊണ്ടുവരാൻ സാധ്യതയായ കേരളം മോഡലാണ് നമ്മുടേത്. അപ്പോൾ
2030-35 കൂടി കേരളത്തിന്റെ ഒരു 90% ഭാഗവും ഒരു അർബൻ ആയിരിക്കുമെന്നാണ് റീസെന്റ് എസ്റ്റിമേറ്റ് ഡാറ്റ എല്ലാം പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു കണ്ടക്സ്റ്റിൽ അർബൻ പോളിസി ആദ്യമായി രൂപീകരിക്കേണ്ടതും കേരളം തന്നെ ആയിരിക്കണം. ഫാസ്റ്റസ്റ്റ് അർബനൈസിങ് പീപ്പിൾ ഇൻ ഇന്ത്യ കേരളം. 2026 ജനുവരിയിൽ ജിഗ് വർക്കേഴ്സ് വെൽഫെയർ ബോർഡ് സ്ഥാപിച്ചത് കർണാടക ഇമ്പോർട്ടൻ്റ് ആണ്. 2026 കാർഷിക വർഷമായി ആചരിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം മധ്യപ്രദേശ് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഇന്ത്യൻ സംസ്ഥാനത്തെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന പോളിസി ഇംപ്ലിമെന്റ് ഐഡിയാസ്, ഇതും ഒരു ഫേവറേറ്റ് ടോപ്പിക്കാണ് PSCയുടെ. അതുപോലെ തന്നെ ചോദിച്ചു കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് സ്വന്തമായി ഉപഗ്രഹം വിക്ഷേപിച്ച സംസ്ഥാനം ആസാം. അതും കൂടുതൽ PSC കണ്ട ക്വസ്റ്റ്യൻ ആണ്. ആസാം സാറ്റലൈറ്റിന്റെ പേര് ആസാം സാറ്റ്. ഇന്ത്യയിൽ ആദ്യമായി ഗ്രീൻ ഹൈഡ്രജൻ പ്ലാന്റും ഹൈഡ്രജൻ ബസ് സർവീസും ആരംഭിക്കുന്ന വിമാനത്താവളം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ നേരത്തെ കണ്ടു ഗ്രീൻ ഹൈഡ്രജൻ വെച്ചുള്ള ബോട്ട് ആദ്യമായി വരുന്നത് വാരണാസിയിലാണ്. ഗ്രീൻ ഹൈഡ്രജൻ എന്ന് പറയുന്നത് റിന്യൂവബിൾ എനർജിയിൽ നിന്ന് ഉണ്ടാക്കുന്ന ഹൈഡ്രജൻ. ഇത് ഭാവിയിലെ ഫ്യൂവൽ ആയിട്ട് കരുതപ്പെടുന്നു. നിലവിലെ ഗ്രീൻ ഹൈഡ്രജൻ അഫോർഡബിലിറ്റി എന്നുള്ളത് കൊണ്ടാണ് പ്രിവലന്റ് ആയിട്ട് വരാത്തത്. 2030-35 കൂടി ഗ്രീൻ ഹൈഡ്രജൻ മാസ്സായിട്ട് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് ഗ്രീൻ ഹൈഡ്രജൻ വെഹിക്കിളുകളും മറ്റും ഒരു ഫ്യൂവൽ ആയിട്ട് തന്നെ മാർക്കറ്റിലേക്ക് ഇറങ്ങുന്നതായിരിക്കും. നാഷണൽ ഗ്രീൻ ഹൈഡ്രജൻ മിഷൻ അതിന്റെ ഭാഗമായി പ്രവർത്തിച്ചു വരുന്നു. ഒരു മുഖ്യമന്ത്രി സുപ്രീം കോടതിയിൽ വാദിക്കുന്നു ആദ്യമായി ഇന്ത്യയുടെ ചരിത്രത്തിൽ. ഏതാണ് മുഖ്യമന്ത്രി? മമതാ ബാനർജി. നമുക്കറിയാം SIR വിഷയത്തിൽ വളരെ കോൺട്രവേഴ്സി ആയിരുന്നു, എസ്പെഷ്യലി ബംഗാളിന്റെ കേസ്. ഇതിന്റെ ഭാഗമായി മുഖ്യമന്ത്രി നേരിട്ട് സുപ്രീം കോടതിയിൽ ഹാജരാകുകയും കേസ് വാദിക്കുകയും ചെയ്തത് വൻ വൈറലായിരുന്നു. ലോകത്തെ ആദ്യ സമ്പൂർണ്ണ ബയോമിമെട്രിക് ഇന്റലിജന്റ് റോബോട്ട് മോയ അവതരിപ്പിച്ച ചൈന, കമ്പനി ഡ്രോയിഡ് UP. സമ്പൂർണ്ണ ബയോമിമെട്രിക് എന്ന് പറയുമ്പോൾ മനുഷ്യന്റെ ചലനത്തിന് സമാനമായി ചലിക്കാൻ കഴിവുള്ള റോബോട്ട് കൊണ്ടുവന്നത് ചൈന. വനിതാ IPL കിരീട ജേതാക്കൾ റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂർ. രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ നമ്മൾ പറഞ്ഞു കോഴിക്കോട് ഇമ്പോർട്ടൻ്റ് ആണ്, ഒഴിവാക്കാൻ പറ്റില്ല. ഇത് ഓർത്തു വെക്കുക. അണ്ടർ-19 വേൾഡ് കപ്പ് ഇന്ത്യയുടെ 6ാമത് കിരീടം. റണ്ണേഴ്സ് അപ്പ് ഇംഗ്ലണ്ട്. ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ ആയുഷ് മാത്ര. മാൻ ഓഫ് ദി മാച്ച് വൈഭവ് സൂര്യവംശി. അദ്ദേഹത്തിന് ഡിബറ്റ് മാച്ച് ഇന്ത്യയിൽ കളിക്കാൻ കഴിഞ്ഞ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ രാജ്യാന്തര ടീമിന്റെ കളിക്കാരനാവും. സച്ചിന്റെ റെക്കോർഡ് മറികടക്കും. ഇന്ത്യൻ അണ്ടർ-19 ടീമിലെ മലയാളി സാന്നിധ്യം ആരോൺ ജോർജും മുഹമ്മദ് ഇനാനും. RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര 24ാമത്. പുതിയ നിർവചന പ്രകാരം എത്ര കോടി വിറ്റുവരവ് ഉണ്ടെങ്കിലാണ് സ്റ്റാർട്ടപ്പായി പരിഗണിക്കുക? 200 കോടി. ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെന്റ് പ്ലാറ്റ്ഫോമായ UPI ഇന്റർനാഷണൽ പുതുതായി നിലവിൽ വരുന്ന രാജ്യം മലേഷ്യ. നേപ്പാളിലൊക്കെ പോയാൽ നമുക്കറിയാം, നേപ്പാൾ ഭൂട്ടാൻ പോയാൽ നമുക്ക് നമ്മുടെ UPI വെച്ച് തന്നെ പേയ്മെന്റ് നടത്താം. നേപ്പാള്, ഭൂട്ടാന്, UAE, ഖത്തർ, ഇവിടെ എല്ലാം UPI വന്നതാണ്. ഫ്രാൻസ്, പാരീസിലെല്ലാം വന്നതാണ്. പുതുതായി വന്നത് ഈ അടുത്ത് മലേഷ്യ. ചോദിക്കാൻ ഇമ്പോർട്ടൻ്റ് ആണ്. കൂടെ തന്നെ ഒരു 7-8 രാജ്യങ്ങൾ നിലവിലുണ്ട്, അതും നോക്കി വെക്കുക, അറിഞ്ഞിരിക്കണം. കേരള നീതിന്യായ ചരിത്രത്തിൽ കാഴ്ച പരിമിതിയുള്ള ആദ്യത്തെ വനിത താന്യനാഥൻ C. സന്തോഷ് ട്രോഫി ജേതാക്കൾ സർവീസസ്. അതുപോലെ തന്നെ രഞ്ജി ട്രോഫി ജേതാക്കളും അറിഞ്ഞിരിക്കണം. ആദ്യമായിട്ടാണ് ഇത്തവണ രഞ്ജി ട്രോഫി ജേതാക്കളായി ജമ്മു കാശ്മീർ വരികയുണ്ടായി. AI ഉപയോഗത്തിൽ ആഗോളതലത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 2. സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവ് ആലി ഇമ്പോർട്ടൻ്റ് ആണ്. ബംഗ്ലാദേശ് പുതിയ പ്രധാനമന്ത്രി താരിഖ് റഹ്മാൻ. 2026 AI ഉച്ചകോടി നടന്നത് ഡൽഹി ഇമ്പോർട്ടൻ്റ് ആണ്, അറിഞ്ഞിരിക്കണം, എന്തായാലും ചോദിക്കും. AI ഇമ്പാക്ട് സമ്മിറ്റ്. ഇന്ത്യൻ തപാൽ വകുപ്പ് പപ്പറ്റ്സ് ഓഫ് ഇന്ത്യ എന്ന പേരിൽ പുറത്തിറക്കിയ സ്മാരക സ്റ്റാമ്പ് പരമ്പരയിൽ കേരളത്തിൽ നിന്നും ഇടം പിടിച്ച കലാരൂപം പാവക്കാട് കളി ഇമ്പോർട്ടൻ്റ് ആണ്. പെർഫോമൻസ് ഓഫ് എ കേരള ഓർ കേരളൈറ്റ് അറ്റ് നാഷണൽ സ്റ്റേജ്. ഇന്ത്യയിലെ ആദ്യത്തെ നദിക്കടിയിലുള്ള റോഡ്, റെയിൽ, തുരങ്കപാത നിർമ്മിക്കാൻ കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയ നദി ബ്രഹ്മപുത്ര. ആസാം ഏരിയയിലാണ് ഇത് വരുന്നത്. നദിക്കടിയിലൂടെയുള്ള ടണൽ. കുട്ടികൾക്ക് സമൂഹ മാധ്യമം നിരോധിച്ച രാജ്യങ്ങൾ നമ്മൾ ആദ്യമായി ഓസ്ട്രേലിയയുടെ പാത പിന്തുടർന്നുകൊണ്ട് പോർച്ചുഗൽ, സ്ലൊവേനിയ, ഫ്രാൻസ്, മലേഷ്യ, നോർവ, സ്പെയിൻ, പാകിസ്ഥാൻ, ഇറ്റലി, ചൈന. റിസർവ് ബാങ്ക് പുറത്തിറക്കിയ ഡിജിറ്റൽ കറൻസി ഏതാണെന്ന് ചോദിച്ചാൽ e-rupee. e-rupee ഉപയോഗിച്ച് റേഷൻ വിതരണം നടത്താനുള്ള പൈലറ്റ് പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഗുജറാത്ത് ഇമ്പോർട്ടൻ്റ് ആണ്. പശുക്കളുടെ മത സാംസ്കാരിക പ്രാധാന്യം ശ്രദ്ധിച്ചുകൊണ്ട് പശു മ്യൂസിയം മധുര UP.
സർക്കാർ വകുപ്പുകളുടെ ഓൺലൈൻ സേവനങ്ങൾ ഒറ്റക്കുടക്കീഴിൽ ആക്കാനായി വരുന്ന മൊബൈൽ ആപ്പ്. നമ്മുടെ കേരളം ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹ്യൂമനോയിഡ് റോബോട്ട് നിർമ്മാണ ഫാക്ടറി വരുന്നത് കളമശ്ശേരി. ഇമ്പോർട്ടൻ്റ്. OpenAI CEO സാം ആൾട്ട്മാൻ, ആന്ത്രോപിക് CEO ഡാരിയോ അമരാടെ. ജവാനു ശേഷം സർക്കാർ പുറത്തിറക്കുന്ന മദ്യം മലബാർ മിസ്റ്ററി. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്രിട്ടിക്കൽ മിനറൽ രംഗത്ത് സഹകരണം ലക്ഷ്യമിട്ട് US രൂപം നൽകുന്ന സംഘടനയിൽ ഇന്ത്യ അംഗമാകുന്നു. സംഘടന പാക്സിലിക്ക. പർപ്പസും കാര്യം അറിഞ്ഞിരിക്കുക. AI ക്രിട്ടിക്കൽ മിനറൽ രംഗം. AI-യുടെ ജനാധിപത്യവൽക്കരണത്തിലൂടെ 86 രാജ്യങ്ങളും യൂറോപ്യൻ യൂണിയൻ അടക്കമുള്ള 2 സംഘങ്ങളും ചേർന്ന് ഒപ്പിട്ട സംയുക്ത പ്രസ്താവന ഡൽഹി ഡിക്ലറേഷൻ. അത് നമ്മൾ കണ്ടു. 2026 AI സമ്മിറ്റ് ഡൽഹിയിൽ നടന്നു. സമ്മിറ്റിന് ശേഷം നടത്തിയ ഡിക്ലറേഷൻ, അതായത് AI ഫോർ ഫ്യൂച്ചറിന് വേണ്ടി റെസ്പോൺസിബിൾ AI എന്നുള്ള ലക്ഷ്യം ഇതാക്കിക്കൊണ്ട് വന്ന ഡിക്ലറേഷൻ ഡൽഹി ഡിക്ലറേഷൻ. 2027 ഉച്ചകോടി നടക്കുന്നത് ജനീവ സ്വിറ്റ്സർലാൻഡ്, 28 UAE. ഇമ്പോർട്ടൻ്റ് ആണ്, അറിഞ്ഞിരിക്കണം. രാജ്യത്തെ ആദ്യത്തെ റീജിയണൽ റാപ്പിഡ് RRTS. ഈ RRTS ആണ് കേരളത്തിലെ സിൽവർ ഹൈവേക്ക് പകരം കേന്ദ്രം മുന്നോട്ട് വെക്കുന്നത്. സംവിധാനം നമോ ഭാരത് നിലവിൽ വന്നത് ഡൽഹിക്കും മീററ്റിനും ഇടയിൽ. ബാഫ്തയിലെ മികച്ച ചിത്രം വൺ ബാച്ചിൽ ആഫ്റ്റർ അനദർ. ഓസ്കാറും ഇത്തവണ വൺ ബാച്ചിൽ ആഫ്റ്റർ അനദറിനാണ്. ഭീകരവാദം നേരിടുന്ന പോളിസി പ്രഹാർ. മണിപ്പൂർ ചിത്രം ബൂങ്ങിന് ബാഫ്തയിൽ കിട്ടിയ അവാർഡ്. അടുത്തിടെ നാവികസേനയുടെ ഭാഗമായ ആന്റി സബ്മറൈൻ ശേഷിയുള്ള ദേശീയമായി നിർമ്മിച്ച യുദ്ധക്കപ്പൽ INS അഞ്ചദ്വീപ്. രാഷ്ട്രപതി ഭവന് മുന്നിലുള്ള ബ്രിട്ടീഷ് ആർക്കിടെക്ട് എഡ്വിൻ ലൂട്യാൻസിന്റെ പ്രതിമ മാറ്റിക്കൊണ്ട് പുതിയൊരു ഫ്രീഡം ഫൈറ്ററുടെ പ്രതീകം സ്ഥാപിക്കുകയുണ്ടായി. ആരുടേത്? രാജഗോപാലാചാരി. കൊളോണിയൽ ആചാരങ്ങൾ എടുത്തു കളയുക എന്നുള്ളൊരു ലക്ഷ്യം കൂടെ ഇതിന്റെ ഭാഗമായിട്ടുണ്ട്. ആരുടെ പ്രതിമ? രാജഗോപാലാചാരി. നദികളുടെ ശുചീകരണത്തിന് ആനന്ദ തീർത്ഥം പദ്ധതി, തിരുവനന്തപുരം കോർപ്പറേഷൻ. രാജ്യത്തെ ഏറ്റവും കൂടുതൽ സൗരോർജ ഉപയോഗിക്കുന്ന ഗ്രാമപഞ്ചായത്ത് പെരിഞ്ഞനം. പെരിഞ്ഞനത്തിനൊരു പ്രത്യേകത കൂടിയുണ്ട്. രാജ്യത്തെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനത്തിന് അണ്ടറിലുള്ള സോളാർ പ്ലാന്റ് കൂടെയാണ് പെരിഞ്ഞനം. ഇറാനെതിരെ അമേരിക്ക നടത്തിയ ആക്രമണം ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി. ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോഴും യുദ്ധം സീസ് ഫയറിലാണെങ്കിലും വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. ഒരു ടെമ്പററി പോസ്റ്റിലാണ് നിലവിൽ നിൽക്കുന്നത്. 2025-26 രഞ്ജി ട്രോഫി ജേതാവ് ജമ്മു കാശ്മീർ. സൗത്ത് ആഫ്രിക്കയ്ക്കും നമീബിയയ്ക്കും ശേഷം പ്രൊജക്ട് ചീറ്റ. ആഫ്രിക്കയിൽ നിന്നുള്ള ആഫ്രിക്കൻ ചീറ്റയെ ഇന്ത്യയിലെ കുണോ നാഷണൽ പാർക്ക് മധ്യപ്രദേശിൽ എത്തിക്കുക എന്ന പ്രൊജക്ട് ചീറ്റ പദ്ധതി. ഇന്ത്യയിൽ 1950-52 കൂടി എക്സിറ്റ് ആയ സ്പീഷീസ് ആണ് ചീറ്റ, ഏഷ്യാറ്റിക് ചീറ്റ. പകരം നമ്മൾ ആഫ്രിക്കയിൽ നിന്ന് ചീറ്റയെ ഇറക്കി. സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് ആദ്യം, പിന്നീട് നമീബിയ, നിലവിൽ 3ാമതായി ഈ വർഷം ബോട്സ്വാനയിൽ നിന്നുകൂടി ചീറ്റകളെ രാജ്യത്ത് എത്തിക്കുകയുണ്ടായി. ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ആദ്യത്തെ സെമി കണ്ടക്ടർ മെമ്മറി മൊഡ്യൂളുകൾ. സെമികോൺ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചിരിക്കും. സെമികോണിന് ഇന്ത്യയിലെ മുതൽക്കൂട്ടായി മാറുന്നത് ഗുജറാത്തിലെ സാനന്ദ്. സാനന്ദിന്റെ സെമികോൺ സെന്റർ ആകാനുള്ള കേന്ദ്ര സർക്കാർ പദ്ധതി. ഗുജറാത്തിൽ സാനന്ദ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇറാനിൽ US ചിത്രത്തിൽ സംയുക്ത ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനയി. അദ്ദേഹത്തിന്റെ മരണശേഷം പുതുതായി വന്ന നേതാവ് മുജ്തബ ഖമനയി. എന്റെ യാത്ര എന്ന പുസ്തകം ചെന്നിത്തല. 2026 ഫിഫ ഫുട്ബോൾ ട്രൈ 3 രാജ്യങ്ങൾ: അമേരിക്ക, മെക്സിക്കോ, കാനഡ. കേരളത്തിലെ ഏറ്റവും വലിയ ഇരട്ട തുരങ്കപാത. ഇന്ത്യയിലെ ദൈർഘ്യമേറിയ 2ാമത്തെ ട്വിൻ ട്യൂബ് ടണൽ വരുന്നത് കോഴിക്കോട് ടു വയനാട് ടണൽ. ഇമ്പോർട്ടൻ്റ് ആണ്. ബംഗാൾ ഗവർണർ നിലവിൽ RN രവിയാണ്. RN രവി ആയിരുന്നു തമിഴ്നാട് ഗവർണർ. എന്നാൽ ബംഗാളിലെ ഗവർണർ ആനന്ദ് മോഹൻ ബോസ് റിസൈൻ ചെയ്തപ്പോൾ ആ ഗ്യാപ്പിലേക്ക് ബംഗാൾ ചുമതല രവിക്കും. തുടർന്ന് രവിയുടെ കയ്യിലുണ്ടായിരുന്ന തമിഴ്നാട് കേരള ചുമതല രാജേന്ദ്ര ആർലേക്കറിന്റെ കയ്യിലും കൊടുക്കുകയുണ്ടായി. നിലവിൽ ബംഗാൾ ഗവർണർ രവിയും തമിഴ്നാട് കേരള ആർലേക്കറുമാണ്. ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിൽ ഇറാൻ കൂടുതൽ ഉപയോഗിച്ച ഡ്രോൺ ഷഹീദ് ഡ്രോൺ, അതുപോലെ ഫത്താ മിസൈൽ, കൊറംഷാർ മിസൈൽ, ഇതെല്ലാം ഇറാൻ അമേരിക്ക ഇസ്രായേൽ വാറിൽ ഇറാന്റെ ശ്രദ്ധ നേടിയ മിസൈലും പ്രതിരോധ ശേഷികളാണ്, ഓർത്തു വെക്കുക. അതുപോലെ തന്നെ അയൺ ബീം ഇതെല്ലാം ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനങ്ങളും. രാജ്യാന്തര സമൂഹം നേരിടുന്ന വെല്ലുവിളികൾ ചർച്ച ചെയ്യുന്ന ഇന്ത്യയുടെ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിന്റെ റൈസീന ഡയലോഗ്. അതായത് ഇന്റർനാഷണൽ ലെവലിൽ ചർച്ചകളും ടോപ്പിക്കുകളും മറ്റും ഡിസ്കസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോം റൈസീന ഡയലോഗ്. ഇമ്പോർട്ടൻ്റ് ആണ്. 2020 ലോകകപ്പ് ജേതാക്കൾ ഇന്ത്യ.
റണ്ണറപ്പ് ന്യൂസിലാൻഡ്. മാൻ ഓഫ് ദ ടൂർണമെന്റ് സഞ്ജു അക്ഷരാർത്ഥത്തിൽ ഇടിച്ചു തകർച്ച ടൂർണമെന്റ് ആണ് ഈ വർഷത്തെ T20 വേൾഡ് കപ്പ്. ഏത് സമയത്തും സംസ്ഥാനത്തെവിടെയും വനിതകൾക്ക് സ്വതന്ത്രമായി സഞ്ചരിക്കുന്നതിനുള്ള സൗകര്യം ഉറപ്പാക്കുന്ന കേരള പോലീസിന്റെ പദ്ധതി നിർഭയ നിശ. ഭിന്നശേഷിക്കാരുടെ ശാക്തീകരണത്തിനായി കുടുംബശ്രീ മാതൃകയിൽ ഭിന്നശേഷിക്കാർക്ക് വരുന്ന സംവിധാനം സുശക്തി ഇമ്പോർട്ടന്റ് ആണ്. ഇറാനിലെ നിലവിലെ പരമോന്നത നേതാവ് മുസ്തഫ ഖമനേയി പ്രേം നസീർ സ്മാരക സാംസ്കാരിക സമുച്ചയം ചിറയൻകീഴ് വരുന്നു. പ്രേം നസീർ സ്മാരക അവാർഡ് പ്രിയദർശന് കിട്ടുന്നു. പ്രേം പ്രി എന്ന് ഓർത്തു വെക്കുക. ഫിലിപ്പീൻസിന് ശേഷം രണ്ടാമതായി ഇന്ത്യയിൽ നിന്ന് ബ്രഹ്മോസ് മിസൈൽ വാങ്ങാൻ പോകുന്ന രാജ്യം ഇന്തോനേഷ്യ. എക്സ്പോർട്ട് ഫീൽഡിലെ ഇന്ത്യയുടെ ഡിഫൻസിന്റെ കയ്യൊപ്പ്. ഡിഫൻസ് എക്സ്പോർട്ട്. ബ്രഹ്മോസ് പുതുതായി വാങ്ങുന്ന രാജ്യം ഇന്തോനേഷ്യ. അതുപോലെ തന്നെ ലോകത്തെ ഏറ്റവും പോപ്പുലസ് സിറ്റി ജക്കാർത്തയാണ്. പോപ്പുലസ് കൺട്രി ഇന്ത്യ ആണെങ്കിലും സിറ്റി ജക്കാർത്ത ഇന്തോനേഷ്യയാണ്. അന്താരാഷ്ട്ര ഗ്രാഫീൻ സമ്മേളനമായ ഗ്രാഫീൻ 2026 വേദി കൊച്ചി ഇമ്പോർട്ടന്റ് ആണ്. ഇന്റർനാഷണൽ സമ്മിറ്റിന് കേരളം വേദി. ദയാവധ മെഴ്സി കില്ലിംഗ് നിയമവിധേയമാക്കിയിട്ടുള്ള ആദ്യ വിധി ഇന്ത്യയിലുണ്ടായി. വിധി അനുകൂലമായത് ഹരീഷ് റാണ, ഉത്തർപ്രദേശ് സ്വദേശി. ഹരീഷ് റാണയ്ക്ക് ദയാവധ അനുമതി നൽകുന്നതിലേക്ക് നയിച്ച ഹരീഷ് റാണയുടെ കേസ് മികവോടെ അവതരിപ്പിച്ച് സുപ്രീം കോടതിയുടെ പ്രശംസയ്ക്ക് അർഹയായ ഒരു മലയാളി വനിതയുണ്ട്, രശ്മി നന്ദകുമാർ. തകഴി സാഹിത്യ പുരസ്കാര ജേതാവ് ഈ വർഷം സേതു. സംസ്ഥാനത്ത് കന്നുകാലി വളർത്തുമൃഗ വ്യാപാരത്തിനായി മൃഗസംരക്ഷണ ക്ഷീര വികസന വകുപ്പിന് കീഴിലുള്ള കേരള ലൈവ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ബോർഡ് തയ്യാറാക്കിയ ഓൺലൈൻ പ്ലാറ്റ്ഫോം ലാപ്ടോപ്പ്. BCCIയുടെ 2025 ക്രിക്കറ്റർ ഓഫ് ദ ഇയർ ശുഭ്മാൻ ഗിൽ. 2020 ജ്ഞാനപീഠം വൈരമുത്തു. ഓസ്കാർ ബെസ്റ്റ് മൂവി വൺ ബാച്ചിലർ ആഫ്റ്റർ അനദർ. ആക്ടർ ജോർദാൻ, ആക്ട്രസ് ജെസ്സി, ഡയറക്ടർ പോൾ തോമസ്. മികച്ച സാഹിത്യ അക്കാദമി അവാർഡിനുള്ള മികച്ച മലയാളം നോവല് N. പ്രഭാകരന്റെ മായാമനുഷ്യർ ഇമ്പോർട്ടന്റ് ആണ്. സീനിയേഴ്സിലൂടെ മികച്ച ഛായാഗ്രഹണത്തിന് ഓസ്കാർ നേടുന്ന ആദ്യ വനിതയും ആദ്യ ആഫ്രിക്കൻ വംശീയമായ വ്യക്തി ഓട്ടം ഡുറാൾഡ് ആർക്കപ്പോ. 972 അപ്പോളോ 17 ശേഷം ഏകദേശം 54 വർഷങ്ങൾക്ക് ശേഷം മനുഷ്യനെ വീണ്ടും ചന്ദ്രനിലരികിൽ എത്തിക്കുന്ന നാസയുടെ ദൗത്യം ആർട്ടമിസ്. 2027 രാജ്യത്തെ 8ാമത് സെൻസസ് നടക്കുന്ന പ്രക്രിയ ഏപ്രിൽ 1 തുടങ്ങുകയുണ്ടായി. ആദ്യമായി പ്രസിഡന്റ് ദ്രൗപദി മുർമുയുടെ വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ടാണ് സെൻസസ് ഘട്ടത്തിന് തുടക്കം കുറിച്ചത്. ലോകത്തിലെ ഈ വർഷത്തെ സെൻസസിന്റെ പ്രത്യേകത കൂടെയുണ്ട്. ആദ്യമായി സമ്പൂർണ്ണ ഡിജിറ്റൽ സഹായത്തോടു കൂടി നടക്കുന്ന സെൻസസ് ആണ് ഈ വർഷത്തെ 8ാമത് രാജ്യവ്യാപക സെൻസസ് പ്രക്രിയ. ലോകത്തിലെ ആദ്യ വന്യജീവി സംരക്ഷണ സർവകലാശാല വനധാര നമ്മൾ പറഞ്ഞു, വൈൽഡ് ലൈഫ് കൺസർവേഷൻ. അവിടെ വനധാരയിൽ വന്യജീവി സംരക്ഷണ യൂണിവേഴ്സിറ്റി കൂടെ വരുന്നുണ്ട്. ലോകത്തിലെ ആദ്യ പ്രൊജക്റ്റാണ് ഗുജറാത്തിലെ ജാംനഗർ. 2026 ഏപ്രിൽ അന്തരിച്ച പ്രശസ്ത ബോളിവുഡ് ഗായിക ആശാ ഭോസ്ലെ ഇമ്പോർട്ടന്റ് ആണ്. 16 വർഷങ്ങൾ വിക്ടർ ഓർബൻ ഭരണത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് ഹംഗറിയുടെ പുതിയ പ്രധാനമന്ത്രി പീറ്റർ മജാർ. ബീഹാർ മുഖ്യമന്ത്രി സമ്രാട്ട് ചൗധരി. നമ്മൾ പറഞ്ഞു നിതീഷ് കുമാർ വഴി മാറിക്കൊടുത്തു, രാജ്യസഭയിലേക്ക് പോയി, ഭരണം BJPയിൽ ഏൽപ്പിച്ചു. മുഖ്യമന്ത്രി സമ്രാട്ട് ചൗധരി. 2026 വനിതാ കാൻഡിഡേറ്റ് ടൂർണമെന്റിൽ കിരീടം നേടിയത് വൈശാലി. രാജ്യസഭാ ഉപാധ്യക്ഷൻ ഹരിവൻസ് നാരായണൻ. പരസ്പരം സൈനിക താവളങ്ങളും സൈനികരെയും വിന്യസിക്കാൻ കഴിയുന്ന ലോജിസ്റ്റിക് സപ്പോർട്ട് കരാർ ഏത് രാജ്യവുമാണ് ഇന്ത്യ ഒപ്പുവെച്ചത്? റഷ്യ ഇമ്പോർട്ടന്റ് ആണ്. പരസ്പരം നമ്മുടെ ആർമി ബേസ് റഷ്യക്കും റഷ്യയുടെ ബേസ് നമുക്കും ആർമി ഹ്യൂമൻ റിസോഴ്സ് സോൾജേഴ്സിനെ തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാനും മറ്റും സഹായിക്കുന്ന പുതിയ തരം സൈനിക വ്യവസ്ഥ ഇന്ത്യ ഒപ്പുവെച്ചത് റഷ്യ. ലോറസ് കായിക പുരസ്കാരം കാർലോസ് അൽക്കാരസ്, ആര്യന സബലേങ്ക. ടെന്നീസ് പ്ലേയേഴ്സ് ആണ് രണ്ടുപേരും. ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷന്റെ പുതിയ അധ്യക്ഷ സോദി നിരഞ്ജൻ ജ്യോതി. 2026 G7 ഉച്ചകോടി വേദി ഫ്രാൻസ് ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ ഇത്തവണത്തെ COP30 കോൺഫറൻസ് ഓഫ് പാർട്ടീസ് 30 നടന്നത് ബ്രസീലിലെ ബേലം സിറ്റിയിലാണ്. അതും ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തു വെക്കുക. നേപ്പാളിന്റെ 47 പ്രധാനമന്ത്രി ബാലേന്ദ്ര ഷാ ഇമ്പോർട്ടന്റ്. നേപ്പാളിന്റെ ജൻസി റവല്യൂഷൻ കണ്ട നേപ്പാൾ, അതിനുശേഷം വന്ന പുതിയ പ്രധാനമന്ത്രി ബാലേന്ദ്ര ഷാ. 35 വയസ്സുകാരനാണ്, 30-35 വയസ്സുള്ളൂ. ജപ്പാനിൽ നിന്ന് ഇന്ത്യ ഇറക്കുമതി ചെയ്യാൻ പോകുന്ന ഡെങ്കിപ്പനി പ്രതിരോധ വാക്സിൻ ക്യൂഡിംഗ വാക്സിൻ. ഈ വർഷം നടക്കുന്ന സെൻസസിന്റെ പ്രത്യേകത
ആദ്യ സംഭവം ഇമ്പോർട്ടൻറ്റ്. സെൻസസ് കമ്മീഷണർ ഇതറിഞ്ഞിരിക്കണം. മൃത്യുഞ്ജയ കുമാർ നാരായണൻ. സെൻസസ് കമ്മീഷണർ മൃത്യുഞ്ജയ കുമാർ നാരായണൻ. രാജ്യത്തെ ആദ്യത്തെ ബാംബു ഉപയോഗിച്ചുള്ള ബയോ എഥനോൾ പ്ലാന്റ് എന്നത് ആസാം. ഇമ്പോർട്ടൻ്റ് ആണ്, അറിഞ്ഞിരിക്കണം. IMFന്റെ വേൾഡ് എക്കണോമിക് ഔട്ട്ലുക്കിൽ ഇന്ത്യ ഈ കഴിഞ്ഞ വർഷങ്ങളിലൂടെ ഇന്ത്യ 4ാം സ്ഥാനത്ത് എത്തിയിരുന്നു. എന്നാൽ വീണ്ടും ഇറങ്ങി 6ലേക്ക് തന്നെ എത്തി. ഈ വർഷത്തെ പത്മവിഭൂഷൺ ജേതാക്കൾ 5 പേര്. പത്മഭൂഷൺ 13, പത്മശ്രീ 113 പേര്. അശോക ചക്ര ശുഭാൻശു ശുക്ല, ശോക ശുക്ല ഓർത്തു വെക്കുക. കീർത്തി ചക്ര പ്രശാന്ത് നായർ. ആഫ്രിക്കൻ നേഷൻസ് കപ്പ് ജേതാക്കൾ മൊറോക്കോ. ആഫ്രിക്കൻ ജേതാക്കൾ കളി ജയിച്ചത് സെനഗലായിരുന്നെങ്കിൽ കൂടിയും കളിയിലെ മോശം പെരുമാറ്റം കാരണം വിധി അവർക്ക് പ്രതികൂലമായി. ഒരു 3 മാസം കഴിഞ്ഞ് വിധി ജേതാക്കളായി മൊറോക്കോയെ പ്രഖ്യാപിച്ചു. NIA പുതിയ ഡയറക്ടർ രാജേഷ് അഗർവാൾ. 56ാമത് വേൾഡ് WF ഫോറം നടക്കുന്നത് ഡാവോസിൽ. എഴുത്തച്ഛൻ പുരസ്കാരം ശങ്കരപിള്ള. സംസ്ഥാന ബാലശാസ്ത്ര സാഹിത്യ പുരസ്കാരം പുല്ലേരി മധുരം. ബയോ വിറ്റമിൻ വാണിജ്യപരമായി ആദ്യമായി നിർമ്മിക്കുന്ന രാജ്യം ഇന്ത്യ. ഇമ്പോർട്ടൻ്റ് ആണ്. ബയോ വിറ്റമിൻ കൊമേഴ്ഷ്യലി ഇന്ത്യ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. കേരളത്തിലെ ഏവിച്ചോട് നടക്കുന്നത് കോവളം. കേരള സംസ്ഥാനത്തെ ആദ്യ വർക്ക് നിയർ ഹോം കൊട്ടാരക്കര. ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യ വർക്ക് നിയർ ഹോം കൊട്ടാരക്കര. FIFA അണ്ടർ-17 വേൾഡ് കപ്പ് ജേതാക്കൾ പോർച്ചുഗൽ. 2026 ക്രിക്കറ്റ് വേൾഡ് കപ്പ് അംബാസഡർ രോഹിത് ശർമ്മ. ലോകത്തിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ നഗരം ഇന്തോനേഷ്യയിലെ ജക്കാർത്ത. രാജ്യമാണ് ഇന്ത്യ. സിറ്റി ഇന്തോനേഷ്യയാണ്. രാജ്യത്തെ ഗവർണർ റെസിഡൻസിയായ രാജ്ഭവൻ. രാജ്ഭവന്റെ പേര് രാജ്യത്താകമാനം മാറ്റി. ഇപ്പോൾ ഗവർണർ റെസിഡൻസി അറിയപ്പെടുന്ന പേര് ലോകഭവൻ. GI റാങ്കിൽ ലഭിച്ച പെന്ന ഡയമണ്ട് വരുന്നത് മധ്യപ്രദേശിൽ. കോൺഫറൻസ് ഓഫ് പാർട്ടി ക്ലൈമറ്റ് ചേഞ്ചിന്റെ UN ഫോറം നടന്നത് ബേലം ബ്രസീലിൽ. അടുത്ത വർഷം നടക്കുന്നത് അന്താളിയ തുർക്കിയിൽ. ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയ താരം സച്ചിൻ ആയിരുന്നു ഇതുവരെ, 51 സെഞ്ചുറി ആയിട്ട്. എന്നാൽ നിലവിൽ 53 സെഞ്ചുറിയുമായി വൺഡേ ഇന്റർനാഷണലിലെ ലീഡ് ചെയ്യുന്നത് കോഹ്ലി. 2030 കോമൺവെൽത്ത് ഗെയിംസ് നടക്കുന്നത് അഹമ്മദാബാദ്. എന്നാൽ 26 നടക്കുന്നത് സ്കോട്ട്ലാൻഡിൽ. ഒറ്റയ്ക്ക് താമസിക്കുന്നവർ ജീവിച്ചിരിക്കുന്നവർ അതോ മരിച്ചോ എന്നറിയാൻ Are You Dead ആപ്ലിക്കേഷൻ ഇറക്കിയ രാജ്യം ചൈന. ഇങ്ങനത്തെ റവല്യൂഷണറി സാധനങ്ങളൊക്കെ ചൈനയായിരിക്കും. കോണ്ടന്റ് ടാക്സ് നമ്മൾ കണ്ടു. ഇപ്പോൾ Are You Dead ആപ്ലിക്കേഷനും ചൈന. ബേർഡ് അറ്റ്ലസ് ആദ്യമായി ഉണ്ടാക്കിയ സംസ്ഥാനം കേരളം. ഇമ്പോർട്ടൻ്റ് ആണ്. കേരളത്തെ വാദം പിന്തുടർന്നുകൊണ്ട് പുതുതായി ഉണ്ടാക്കിയത് 2ാമത് ഗോവ. AI ഏജന്റുമാരുടെ സമൂഹ മാധ്യമം മോൾട്ട് ബുക്ക്. കോമൺവെൽത്ത് സ്കോട്ട്ലാൻഡ്. ഇമ്പോർട്ടൻ്റ് ആണ്. കേരളം ഔദ്യോഗികമായി ഒഫീഷ്യലി അനൗൺസ് ചെയ്ത മൈക്രോബ്. സ്റ്റേറ്റ് സ്വന്തമായിട്ട് ഇപ്പോൾ ഒരു സൂക്ഷ്മാണുമുണ്ട്. സ്റ്റേറ്റ് മൈക്രോബ് ബാസിലസ് സബ്റ്റിലിസ്. ഇമ്പോർട്ടൻ്റ് ആണ്. നഗരനയം കേരളം. ബജറ്റിന്റെ ഇതും ഇമ്പോർട്ടൻ്റ്. നമുക്കറിയാം കേരളത്തെ യൂറോപ്പുമായി ലൈഫ് സ്റ്റൈലിൽ ലിവിങ് സ്റ്റാൻഡേർഡ് കമ്പയർ ചെയ്യുന്നുണ്ടെങ്കിലും യൂറോപ്പ് അമേരിക്കയായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ടെങ്കിലും അവരുടെ പോലെ തന്നെ ഏജിങ് പോപ്പുലേഷൻ വളരെ അധികം കൂടുന്നതാണ് കേരളത്തിന്റെ ഡെമോഗ്രഫി. അപ്പോൾ അവരുടെ ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് കേരള ബജറ്റിന്റെ കൂടെ ആദ്യമായി ഇത്തവണ വയോജന ബജറ്റ് കൂടെ അവതരിപ്പിച്ച സംസ്ഥാനം കേരളം. സമ്പൂർണ്ണ നക്സൽ മുക്തമായി പ്രഖ്യാപിച്ച സംസ്ഥാനം ബീഹാർ. നക്സൽ ഫ്രീ ബീഹാർ ഓർത്തു വെക്കുക. അപ്പോൾ ഞാൻ മാർക്ക് ഇത് എന്തായാലും നോക്കിയിരിക്കണം. നോട്ട് ചെയ്ത് വീണ്ടും വീണ്ടും റിവൈസ് ചെയ്യുക. ഇൻ കേസ് ബൈ ഹാർട്ടായി കിട്ടിയില്ലെങ്കിലും കറക്റ്റ് ഓപ്ഷൻ കണ്ട ആൻസർ സ്ട്രൈക്ക് ആവുന്നതായിരിക്കും. ഇപ്പോൾ കറണ്ട് അഫയേഴ്സ് എങ്ങനെ വന്നാലും കംപ്ലീറ്റ് ആവില്ല. ആ വർഷത്തെ എന്ത് കവറേജ് അല്ലെങ്കിൽ നോബേൽ. ഈ വർഷത്തെ നോബേൽ 2026. ഫിസിയോളജി വിദ്യുശാസ്ത്രത്തിലെ നോബേൽ ബ്രങ്കോ, റാംസ്ഡെൽ, സൈമൺ. സൈമൺസ് ബ്രെയിൻ എന്ന് ഓർത്തു വെക്കുക. സൈമൺസ് ബ്രെയിൻ. സൈമണും സക്കഗുച്ചി. ബ്രെയിന് ബ്രങ്കോവും. റാംസ് ബ്രെയിൻ. ബ്രെയിനിന്റെ ബ്രങ്കോയും റായ് റാംസ്ഡെല്ലും ഓർത്തു വെക്കുക. നേടിക്കൊടുത്തത് വൈദ്യശാസ്ത്രമാണ്. അപ്പോൾ നമ്മുടെ ഇമ്മ്യൂണിറ്റിയുടെ സാധ്യത പറയുന്ന പഠനത്തിനാണ് ഇത്തവണത്തെ നോബൽ സമ്മാനം ലഭിച്ചത്. ഫിസിക്സിലെ നോബേൽ 2 ജൂണിനും 1 മാക്കിനും. ജൂണും മാക്കും ഫിസിക്സിലെ യൂണിറ്റ് ആണ്. 2 ജൂള് 2 ജോൺ. ജോൺ ക്ലാർക്കും ജോൺ M മാർട്ടിനും. മൈക്കിള് മാക്ക്. മാക്രോസ്കോപ്പിക് ക്വാണ്ടം ടണലിംഗ് ആണ്. ക്വാണ്ടം ടണലിംഗ് എന്ന കീവേഡ് ഓർത്തു വെക്കുക. ടണലിംഗിനാണ് ഇത്തവണത്തെ ഫിസിക്സ് നോബേൽ. കെമിസ്ട്രിയിൽ സുഷമ, റോബർട്ട് ഒമർ. ഇതാണ് നമ്മുടെ കോഡ്. സുഷമ കിറ്റഗാവ, റിച്ചാർഡ് റോബ്സൺ, ഒമറം യാഗി. മെറ്റാലിക് ഓർഗാനിക് ഫ്രെയിംവർക്ക്. ഇതാണ് കെമിസ്ട്രിയുടെ കണ്ടെത്തൽ. വിശദമായിട്ടുള്ള നമ്മുടെ കെമിസ്ട്രിയുടെ നോബൽ കണ്ടെത്തലും അവരുടെ കോൺട്രിബ്യൂഷനും വരുന്ന വീഡിയോ വേറെ തന്നെ ചാനൽ ഇട്ടിട്ടുണ്ട്. അടുത്തതായി ലിറ്ററേച്ചർ നോബൽ ജേതാവ്. ലിറ്ററേച്ചറിന്റെ ജേതാവിന്റെ ലാസ്ലോ. ലിറ്ററേച്ചർ ലാസ്ലോ.
ക്രസ്നോഹോർക്ക്. പീസ് മരിയ കൊറിന മച്ചാഡോ. എക്കണോമിക് സയൻസ് ജോയൽ ഫിലിപ്പ് പീറ്റർ.